നാരായണ 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 പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. എല്ലാവർക്കും ചിരിക്കാൻ വലിയ മടിയാണ്, ഗൗരവമാണ് മുഖത്ത്. ജനിച്ച അന്ന് മുതൽ ആ രൂപത്തെ മറയ്ക്കുന്നത് വരെ ചിരിച്ചയാളെ കാണാനുള്ള ക്യൂവിലാണ് നിൽക്കുന്നത്. എന്നാലും മുഖത്ത് ഗൗരവമാണ് ഭാവം. ആരെ കാണാനാ പോണത്? ആരെ കാണാനാ വന്നത്? ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി. ഗുരുവായൂരപ്പനെ തന്നെ ചിരിക്കാൻ വലിയ മടിയായിരുന്നു ഇത്രേ മറ്റ് അവതാരങ്ങളിലൊക്കെ. നരസിംഹാവതാരത്തിൽ ചിരിച്ച ഭഗവാനെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? വാമനാമൂർത്തി എവിടെയെങ്കിലും ചിരിച്ചു നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? പരശുരാമൻ ചിരിച്ചതായിട്ട് കണ്ടിട്ടുണ്ടോ? ശ്രീരാമൻ അമ്പും വില്ലും കൊടുത്ത് ഗൗരവത്തോടു കൂടിയല്ലാണ്ട് ചിരിച്ചു നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? ബലരാമനും കലപ്പ പിടിച്ച് ഗൗരവേ ഉള്ളൂ. ചിരിച്ച അവതാരം ആരേ ഉള്ളൂ? ശ്രീകൃഷ്ണ ഭഗവാനേ ഉള്ളൂ. കൃഷ്ണനെ ചിരിക്കാൻ പഠിപ്പിച്ചതാണ് ആര്? രാധാദേവി. രാധാസഹായം അതിസുന്ദരമന്ദഹാസം. എങ്ങനെ ഗുരുവായൂരപ്പൻ ചിരിക്കാൻ പഠിച്ചു? രാധാദേവി പഠിപ്പിച്ചു. ചെല്ലാറില്ലേ? പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം. ഒരു സഹായം ഇല്ലാണ്ട് വേറെ ചിരിക്കാൻ പറ്റില്ല അത്രേ. നമുക്ക് ചിരിക്കണമെങ്കിൽ എന്ത് വേണം? വല്ല കോമഡി മുമ്പിൽ കാണണം, എന്നാലേ ചിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കോമഡി നടത്തുന്നവർ നമ്മളെ ചിരിക്കാൻ സഹായിക്കുകയാണ് ചെയ്യണത്. ശ്രീകൃഷ്ണ ഭഗവാനെ ചിരിക്കാൻ ആരാ സഹായിച്ചത്? രാധാദേവിയാണ്. എങ്ങനെ? പ്രേമം കൊണ്ട്. ആ പ്രേമം എന്ന രണ്ടക്ഷരമാണ് ശ്രീകൃഷ്ണനെയും രാധാദേവിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ആ ശ്രീകൃഷ്ണ ഭഗവാൻ രാധാദേവിയുടെ സഹായത്തോടുകൂടി രാധാദേവി പഠിപ്പിച്ചു കൊടുത്ത മാർഗത്തിൽ പുഞ്ചിരിക്കുന്ന. മറ്റവതാരങ്ങളിലൊക്കെ ഗൗരവമായിരുന്നു ഭഗവാനെ. ഈ അവതാരത്തിൽ ഗൗരവം വേണ്ട, പുഞ്ചിരി മാത്രം മതി. കൽത്തുറങ്കൽ അകത്തമ്മ ആ കാൽ കണ്ട ദിനം മുതൽ കാട്ടാള നെയ്ത കണയാൽ കാൽക്കാർ വിണ്ട ദിനം വരെ കണ്ണൻ ചിരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പൂതന വിഷവുമായിട്ട് വരുമ്പോഴും ഗോപികമാര് വെണ്ണയായിട്ട് വരുമ്പോഴും ചിരിച്ചിട്ടേ ഉള്ളൂ ഭഗവാൻ. അതാണ് വിഷ്ണു മഹത്വം. വിഷ്ണുവിനേക്കാൾ ഉയർന്നതായിട്ടുള്ള സ്ഥാനം ആ ഗുരുവായൂരപ്പൻ ഗോലോകവാസിയായിട്ടുള്ള രാധാദേവിയോട് കൂടിയിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹത്വത്തെയാണ് ഇവിടെ 90-ാം ദശകത്തില് പട്ടേരിപ്പാട് വർണ്ണിക്കണത്. ഭഗവാന്റെ മഹത്വത്തിൽ പ്രത്യേകത എന്താ? പുഞ്ചിരിക്കുക മാത്രമേ ഉള്ളൂ. ഗാന്ധാരി തൊട്ടു മുമ്പിൽ വന്നിട്ട് ശപിച്ചു, കൃഷ്ണ പാണ്ഡവ കൗരവന്മാരെ നീ തമ്മില് തല്ലിച്ച് കൊല്ലിച്ചില്ലേ, ഇതുപോലെ നിന്റെ വംശവും തമ്മിൽ മരിക്കും നശിക്കും എന്ന് ശപിച്ചപ്പോഴും ആ ശ്രീകൃഷ്ണൻ ചുരുക്കിയുണ്ടായിട്ടുള്ളൂ. കുന്തി മാതാവ് കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ എന്ന് പറഞ്ഞ് സ്തുതിച്ചപ്പോഴും മന്ദം ജഹാസ വൈകുണ്ഠോ മോഹയന്നിവ മായയാ എന്നാണ് ഭാഗവതം കുന്തിസൂയിൽ കാണുക. പുഞ്ചിരിക്കുക. എത്ര നേരം സ്തുതിച്ചാലും എത്ര നേരം ചീത്ത പറഞ്ഞാലും എത്ര ഗൗരവത്തോടു കൂടി ഭഗവാനെ നോക്കി നിന്നാലും കണ്ണ എന്താ എൻ്റെ നേരെ കരുണ കാണിക്കാൻ ഒരു താമസം എന്ന് ചോദിച്ചാലും ഭഗവാന്റെ മുഖത്ത് ഒരു ഭാവമേ ഉള്ളൂ, പുഞ്ചിരി. വിഷ്ണു മഹത്വസ്ഥാപനം എന്ന് പട്ടേരിപ്പാട് ഗുരുവായൂരപ്പന്റെ വാതിൽമാടത്തിലിരുന്നു കൊണ്ട് ഗുരുവായൂരപ്പനെ നോക്കിയും കൊണ്ട്, ഗുരുവായൂരപ്പ അങ്ങയുടെ മഹത്വം ഈ ലോകത്ത് ആരാ പൂർണ്ണമായി മനസ്സിലാക്കിയ ഒരാള്? എനിക്കും പൂർണ്ണമായിട്ട് പറയാനൊന്നും അറിയില്ല. ഇത്രയും ഭംഗിയായിട്ട് നാരായണീയം എഴുതിയ അദ്ദേഹം
അവസാനത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് അങ്ങയുടെ മഹത്വം ഒന്നും എനിക്കറിയില്ല ഗുരുവായൂരപ്പ എന്നാണ്. അജ്ഞാത്വാ തേ മഹത്വം നിഗതിതം വിശ്വനാഥാക്ഷമേധ. ഭഗവാനെ, അങ്ങയുടെ മഹത്വം ഒന്നും എനിക്ക് വേണ്ട പോലെ അറിയില്ല, ക്ഷമിക്കണേ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടെ 90-ാം ദശകത്തിന്റെ അവസാനവും പറയുന്നുണ്ട്, എൽ കിഞ്ചിതപ്യവിദുഷാബിംഭോ, അവിദുഷനാണ് ഞാൻ, അങ്ങയുടെ മഹത്വത്തെക്കുറിച്ച് വേണ്ട പോലെ അറിയാത്തയാളാണ്. പിന്നെന്താ, പുരാണങ്ങളും ശാസ്ത്രങ്ങളും വേദവ്യാസരൊക്കെ പറഞ്ഞു വെച്ചതിനെ ഞാനിങ്ങനെ എനിക്ക് പറ്റുന്നത് പോലെ പറയുക, അത്രയേ ഉള്ളൂ. ഭാഗവതം ശൗനകാദികൾക്ക് സൂതൻ പറഞ്ഞു കൊടുക്കുമ്പോഴും ശ്രീ ശുഖബ്രഹ്മർഷി പറഞ്ഞതുപോലെ പറയാനൊന്നും എനിക്ക് പറ്റില്ല. എങ്ങനെയേ പറ്റുള്ളൂ? യഥാതീതം യഥാമതി, എൻ്റെ കഴിവിനനുസരിച്ച്, ഞാൻ മനസ്സിലാക്കിയതിനനുസരിച്ച്. ഇവിടെ പട്ടേരിപ്പാട് നാരായണീയം എഴുതിയ ഈ ഒരു പുണ്യസന്നിധിയിൽ ഗുരുഭവനപുരിയിൽ വെച്ചിട്ട് ആ വിഷ്ണുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യോഗ്യതയുണ്ട്? ഹേ ഗുരുവായൂരപ്പൻ, അതിനിവിടെ പിടിച്ച് ഇരുത്തിയെന്നുണ്ടെങ്കിൽ ഭഗവാൻ പറഞ്ഞതിനെ അനുസരിക്കുക, അത് നമ്മൾ ചെയ്യണം. ഭഗവാനെ ധിക്കരിക്കരുത്. ഭഗവാൻ നേരിട്ട് വന്ന് പറയുകയല്ല ചെയ്യുക, സജ്ജനങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുക. ഇന്ന രീതിയിൽ ചെയ്തോളൂ, നേരെയായിക്കോളും, ഇന്ന കാര്യങ്ങൾ ചെയ്യരുത് എന്ന്, എന്തൊക്കെ അരുത് എന്നും എന്തൊക്കെ ആവാമെന്നും അറിവുള്ള മഹത്തുക്കളുണ്ടൊരു പരമാർത്ഥമരുൾ ചെയ്തിരിക്കുന്നു. അറിവുള്ളവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനെ മനസ്സിലാക്കിയ സജ്ജനങ്ങൾ പറഞ്ഞു തരുമ്പോൾ അതിനെ അനുസരിക്കുക. ഭാഗവതത്തിലൂടെ ആ ശ്രീശുഖബ്രഹ്മർഷി ലോകത്തിന് കൊടുക്കുന്ന സന്ദേശം, നിങ്ങൾ എന്തിനാണ് സങ്കടപ്പെടുന്നത്? ജീവിതത്തിൽ സങ്കടപ്പെടേണ്ട ഒരു കാര്യവുമില്ല, സന്തോഷിക്കൂ, സുഖമായിട്ട് ജീവിക്കൂ. അതിനുള്ള മാർഗമാണ് ഭാഗവതം പറഞ്ഞു തന്നത്. ആ ഭാഗവതം എന്ന ആ ഒരു പാൽക്കടലിൽ നിന്ന് കടഞ്ഞെടുത്ത് വെണ്ണയാക്കി നമുക്ക് തന്നിരിക്കുകയാണ് നാരായണീയം. ആ പട്ടേരിപ്പാടിനെ നമസ്കരിക്കാം. ശ്രീകൃഷ്ണ ഭഗവാനെ പോലും പുഞ്ചിരിക്കാനായിട്ട് പഠിപ്പിച്ച രാധാദേവിയെ നമസ്കരിക്കാം. സപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ജയ ശ്രീരാധേശ്യാം. ഭാഗവതം എടുത്ത് വായിച്ചോളൂ, ഭഗവത് കഥകൾ പറഞ്ഞോളൂ. അറിവുള്ളവര് പറഞ്ഞു തരുന്ന ഭാഗവത കഥകളെ മനസ്സിലാക്കി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കൂ എന്ന് പറഞ്ഞു തന്ന ഗുരുദാഹനെ നമസ്കരിക്കട്ടെ. സദാ രാധേതി കൃഷ്ണേതി ജപേന മമ ജീവനം ഇത്തം പ്രാർത്ഥയതേ നിത്യം കേശവം മദ്ഗുരും നമ. വന്ദേഹം പെരുഴും പെരുമ്പള്ളി വാഴും ശ്രീ കേശവഗുരുനാഥ പാദപത്മം. നാരായണീയത്തെ ഇന്ന് കാണുന്ന ഒരു രൂപത്തിലേക്ക് ഭാഗവത കഥകളെ നാരായണീയമായി എഴുതി തന്ന ആ ഒരു പട്ടേരിപ്പാടിനെ കൂടി നമസ്കരിച്ചിട്ട് നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം. മോക്ഷാബ്ധിസാരമയ ഭാഗവതാഖ്യദഗ്നൗ നാരായണീയ നവനീതമഹോ ഗൃഹീത്വാ മായാമയൗഘ പരിതപ്തജനായ യോദാൽ നാരായണാവനിസുരായ നമോസ്തു തസ്മൈ. മോക്ഷാബ്ധിയാണ് ഭാഗവത കടല്. 7-ാം നാൾ തക്ഷകന്റെ മരണം, തക്ഷകന്റെ കടിയേറ്റുള്ള മരണമെന്ന് ശാപം കിട്ടിയ പരീക്ഷത്തിന്, അനുഗ്രഹം കിട്ടിയ പരീക്ഷത്തിന്റെ കഥയല്ല, ശാപം കിട്ടിയ പരീക്ഷത്തിനെ എന്ന് പറയുന്നു. പക്ഷേ ആ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റിക്കൊടുത്ത് രാജ്യം ഭരിക്കുകയാണെങ്കിൽ കലിയുഗം ആരംഭിച്ചു. കലിയുഗത്തിലെ ഭരണം എന്നൊക്കെ പറഞ്ഞാൽ വലിയ വിഷമാണ്. അതിന് പകരം ഭജനത്തിലേക്ക് പോയിക്കോളൂ എന്ന് പരീക്ഷത്തിന് അനുഗ്രഹമാണ് കിട്ടിയത്. ആ ശാപത്തിൽ നിന്നും കരകയറ്റിയ മോക്ഷാബ്ധി, മോക്ഷസമുദ്രമായ ആ ഭാഗവതം എന്ന പാലിനെ, തൈരിനെ കടഞ്ഞെടുത്ത് നാരായണീയ നവനീതമഹോ ഗൃഹീത്വാ, നാരായണീയം എന്ന വെണ്ണയാക്കി നമ്മുടെ മുമ്പിൽ തന്നു. ഭാഗവതം മുഴുവൻ വായിക്കണം എന്നുണ്ടെങ്കിൽ ഏതാണ്ട് 10-35 മണിക്കൂർ വേണം. ഇത്രക്കടുത്ത് വായിക്കാൻ എല്ലാവർക്കും സമയം കിട്ടുമോ? എന്നാ വേണ്ട, ഒരു 5 മണിക്കൂർ കൊണ്ടൊക്കെ വായിക്കാവുന്ന രീതിയിൽ രാവിലെ ഉദയത്തിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴേക്കും ഉണ്ണാറാകുമ്പോഴേക്കും പൂർത്തിയാക്കാവുന്ന രീതിയിൽ പറ്റുന്നവർക്കൊക്കെ വായിക്കാൻ സാധിക്കട്ടെ. ദിവസം വേണമെങ്കിൽ 4 തവണ വായിക്കാം, അല്ലേ? 6 മണിക്കൂർ കൊണ്ട് ഒരു തവണ വായിച്ച 24 മണിക്കൂറുണ്ട്.
വേണമെങ്കിൽ പുറപ്പെട്ടോളൂ, ശ്രമിക്കാം. ഉപവാസമൊക്കെ എടുക്കാറുണ്ടല്ലോ ഏകാദശിക്കൊക്കെ. ഒരു 4 തവണയില്ലെങ്കിലും ഒരു 3 തവണ നാരായണീയം വായിക്കുക ഒരു ദിവസം. ഒരു തവണേനെ എങ്ങനെയാണ് വായിക്കുന്നത് നിശ്ചയമില്ല അല്ലേ? ഓടി ശ്വാസം പിടിച്ച് ബുദ്ധിമുട്ടി വായിക്കുക. ആവോളം വായിച്ചോളൂ, അത്രയൊന്നുമില്ല. എന്താണ് ഈ നാരായണീയം എന്ന ഒരു വെണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോറ് വിളമ്പണ പോലെ വിളമ്പാറില്ല അല്ലേ? ചോറ് വിളമ്പണ അതേ അളവിൽ വെണ്ണ വിളമ്പാറുണ്ടോ? ഒരു സ്പൂണ് കൊണ്ട് ലേശം അത് മതി എന്നാണ്. ഒരു ലേശമായാലും മതി. ഒരു ലേശെങ്കിലും ആ ഒരു നാരായണീയം എന്ന വെണ്ണയെ നിത്യേന സേവിക്കുക. കുറേശ്ശെ ചോറുണ്ണ കൂട്ടത്തിൽ കുറച്ച് മറ്റ് നാമങ്ങളൊക്കെ ജപിക്കുന്ന കൂട്ടത്തിൽ നാമജപം ഉള്ളവർക്ക്, പുതിയ തലമുറയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നാമജപമൊക്കെ എത്ര പേർക്ക് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയോട് ചോദിച്ചു നോക്കുക, എന്തൊക്കെ നാമങ്ങൾ നിത്യേന ജപിക്കണമെന്ന് അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ട് ചോദിച്ചാൽ ആ കുട്ടി എന്താ മറുപടി പറയുക? തൊട്ടടുത്ത കുട്ടികളോട് ചോദിക്കുക. ആ കുട്ടി പറയും മിക്കവാറും എൻ്റെ അച്ഛനും അമ്മയും ഒന്നും പറഞ്ഞു തന്നിട്ടില്ല എന്ന്. പിന്നെ എങ്ങനെ അവർ അച്ഛൻ അമ്മ എന്ന് വിളിക്കാൻ പറ്റും? ഈശ്വരന്റെ മഹത്വം പറഞ്ഞു കൊടുക്കുന്നവരെയാണ് അച്ഛനെന്നും അമ്മയെന്നും മാതാവ് പിതാവ് എന്നൊക്കെ പറയണത്. അത് അച്ഛനും അമ്മയും പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ പിന്നെ അവർക്ക് ഡാഡി മമ്മി എന്നൊക്കെ പേര് വിളിക്കാം. അല്ലാണ്ട് പിതാവ് മാതാവ് എന്നുള്ള സ്ഥാനത്തൊന്നും ഇരിക്കാൻ അർഹതയില്ല. ആരാ പിന്നെ പറഞ്ഞു കൊടുക്കുക? വിദ്യാലയങ്ങളിൽ പറഞ്ഞു കൊടുക്കുക ഭഗവാന്റെ മഹത്വം, ഗുരുവായൂരപ്പന്റെ മഹത്വം. ഏതെങ്കിലും സ്കൂളുകളിൽ പിടിച്ചിട്ടുണ്ടോ? 10 കൊല്ലം സ്കൂളും 2 കൊല്ലം പ്രീ ഡിഗ്രി ആയിട്ടും 3 കൊല്ലം ഡിഗ്രി ആയിട്ടും അതിനപ്പുറത്തേക്കൊക്കെ പഠിച്ച ആളുകൾക്ക് എവിടെയെങ്കിലും ഗുരുവായൂരപ്പന്റെ മഹത്വം, നാമം ജപിച്ചാലുള്ള ഗുണത്തെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? അത് അച്ഛനും അമ്മയും തന്നെ പറഞ്ഞു കൊടുക്കണം. അവർക്ക് അറിയാത്തത് അച്ഛനും അമ്മയും കൂട്ടിക്കൊണ്ടുപോയി നാമത്തിന്റെ മഹത്വം പറഞ്ഞു കൊടുക്കുന്ന ദിക്കിൽ കൊണ്ടുപോയി ഇരുത്തി കേൾപ്പിക്കണം. എന്നാൽ മാത്രമേ കുട്ടികൾ നേരെയാവുള്ളൂ. പറഞ്ഞാൽ നേരെയാവുന്ന ആ ഒരു അവസ്ഥയിലേക്ക് പറഞ്ഞാൽ കേൾക്കണില്ല കുട്ടികള്. അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നത് പോലെ അവർ വളർന്നു വരണില്ല. അതിന് കാരണം എന്താ വെച്ചാൽ അവർക്ക് വേണ്ടത് അച്ഛനും അമ്മയും കൊടുത്തിട്ടില്ല. കൊടുക്കേണ്ടതാ എന്താ? ഈ 90ാം ദശകത്തിൽ പട്ടേരിപ്പാട് പറഞ്ഞു തരുന്ന വിഷ്ണു മഹത്വ സ്ഥാപനം, വിഷ്ണുവിന്റെ മഹത്വം കുട്ടികളുടെ ഉള്ളിൽ ഉറപ്പിച്ചു കൊടുക്കണം. ഈ ഗുരുവായൂരപ്പനാണ് എല്ലാ സമയത്തും ആശ്രയമായിട്ടുള്ളത്. പഴമൊന്നും ചോദിക്കുക, ഞാൻ എന്തുകൊണ്ടാണ് ഈ ഗുരുവായൂരപ്പനെ ആശ്രയിക്കുന്നത് എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ, ആവശ്യമുള്ളപ്പോൾ കാക്കുവാനാകുന്ന ദൈവത്തെ വാഴ്ത്തിയോൻ ഞാനേ ധന്യൻ. എനിക്കൊരാവശ്യം വരുമ്പോൾ എന്നെ രക്ഷിക്കാൻ ഈ ഗുരുവായൂരപ്പൻ മാത്രമേ ഉള്ളൂ. എൻ്റെ അച്ഛൻ രക്ഷിക്കാൻ വരില്ല. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ തലമിന്നി വീഴുക. എൻ്റെ അച്ഛൻ ഇവിടെ അടുത്തുണ്ടാവുമോ? അച്ഛനവിടെ ഇല്ലത്തായിരിക്കണത്. അമ്മ അടുത്തുണ്ടാവുമോ? ഭാര്യ അടുത്തുണ്ടാവുമോ? കുട്ടികളെടുത്തുണ്ടാവുമോ? സഹോദരന്മാരെടുത്തുണ്ടാവുമോ? കയ്യിലുള്ള പണം സഹായിക്കുകയോ? കൂട്ടുകാർ സഹായിക്കുകയോ? ആരെ സഹായിക്കുള്ളൂ? ആ ഗുരുവായൂരപ്പനെ തലമിന്നി വിടാണ്ട് സഹായിക്കുള്ളൂ. എങ്ങനെയാ ഗുരുവായൂരപ്പനെ സഹായിക്കുക? എത്ര ആൾക്കാരെ കാണാൻ വേണ്ടി ക്യൂ നിൽക്കുമ്പോൾ ശ്രീകോവിൽ നിങ്ങളുടെ ഇറങ്ങി വന്ന് സഹായിക്കുവോ? ഗുരുവായൂരപ്പനെ ഭജിക്കുന്നവര് വീഴില്ല. വീണാലേ സഹായിക്കേണ്ട കഴിയുള്ളൂ. വീഴില്ല ഭഗവാൻ. അതാണ് ഗുരുവായൂരപ്പനെ സേവിക്കുന്നവർക്ക് ഗുരുവായൂരപ്പൻ കൊടുക്കുന്ന ഉറപ്പ് എന്ന് പട്ടേരിപ്പാട് പറയണു. എന്താ അദ്ദേഹം തുടങ്ങുന്നത്? 90ാം ദശകത്തില് ഭൃഗു മുനി മോഹിന്യംബരീഷാതിവൃത്തേഷ്വൈതവഹി മഹത്വം സർവശർവാദിചൈത്രം സ്ഥിതമിഹ പരമാത്മൻ നിഷ്കളാർവാകഭിന്നം കിമപി യഥോഭാതം തദ്ഭി രൂപം തവൈവ. ഹേ ഗുരുവായൂരപ്പ, അവിടുത്തെ മഹത്വം ആരാ പറഞ്ഞു തന്നിട്ടുള്ളത്? സജ്ജനങ്ങളാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. സജ്ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേർന്നവര് പൂതന പറഞ്ഞു തന്നിട്ടുണ്ട്. പൂതന സജ്ജനാണ്. ആരെ പറഞ്ഞു അല്ലാന്നുണ്ടെങ്കിൽ ഭഗവാനെ എടുക്കാൻ പറ്റുമോ? ഭഗവാനെ കയ്യിലെടുക്കണം എന്നുണ്ടെങ്കിൽ, ആ അമ്മിഞ്ഞ വായിൽ വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ സജ്ജനം അല്ലാണ്ട് ഒരാൾക്ക് പറ്റുമോ? പണ്ട് മഹാഭക്തനായ മഹാബലിയുടെ മകളായിരുന്നു രത്നമാല. ആ രത്നമാല വാമനമൂർത്തിയെ കയ്യിലെടുക്കണമെന്ന് മോഹിച്ചു. കൃഷ്ണാവതാരത്തിൽ സാധിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അതാണ് പൂതനയ്ക്ക് സാധിപ്പിച്ചു കൊടുത്തത്. സജ്ജനല്ലാണ്ട് എടുക്കാൻ പറ്റുമോ? ഇവിടെ പറഞ്ഞത് വൃഗാസുരൻ അസുരനായിരുന്നു. എന്നിട്ട് പറഞ്ഞു തന്നെ എന്താ? വൃഗാസുരന്റെ കഥയിലൂടെ നമുക്ക് പറഞ്ഞു തന്നത് ഭഗവാന്റെ മഹത്വമല്ലേ ചോദിക്കുക. വൃഗാസുരന്റെ കഥ ഇന്നലെ വൈകുന്നേരം കേട്ടിട്ടുണ്ടാവും. വെള്ളിനേഴി ഹരികൃഷ്ണൻ വളരെ ഭംഗിയായിട്ട്
കുറച്ച് ഭാഗം ഞാൻ ഓൺലൈനായിട്ട് കേൾക്കുകയുണ്ടായി, മുഴുവൻ കേൾക്കുകയുണ്ടായില്ല, കുറച്ച് കേൾക്കാൻ സാധിച്ചു. ഭംഗിയായിട്ട് ആ വൃകാസുരൻ്റെ കഥ. വൃകാസുരൻ കൈലാസിൽ ചെന്ന് മഹാദേവനെ തപസ് ചെയ്യാനായിട്ട് കേദാർനാഥത്തിൽ ചെന്ന് കുറച്ചു നേരം ഇങ്ങനെ കണ്ണടച്ചിരുന്നു, ഒരാഴ്ച കാത്തിരുന്നു അല്ലേ. ഭഗവാൻ എന്താ വരാത്തതെന്നൊക്കെ വിചാരിച്ചു. പിന്നീട് ഇങ്ങനെ കുറേശ്ശെ ഹോമം തുടങ്ങി. മൃത്യുഞ്ജയ ഹോമമൊന്നുമല്ല തുടങ്ങിയത്, എന്താ മാംസഹോമമാണ് തുടങ്ങിയത്. അവനവൻ്റെ മാംസം മുറിച്ചെടുത്ത് ഹോമിക്കുക. അങ്ങനെ കഥ ഇന്നലെ കേട്ടതാവും, അതുകൊണ്ട് ഇവിടെ കഥയെ വർണ്ണിക്കുന്നില്ല. ആ വൃകാസുരൻ പ്രത്യക്ഷപ്പെട്ട മഹാദേവനോട് പറഞ്ഞത്, എനിക്ക് മഹാദേവന്റെ ഭാര്യയെ വേണം. ഒരാൾ വിളിച്ചു വരുത്തിട്ട് അങ്ങയുടെ ഭാര്യ എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ, അതിനുവേണ്ടി ഞാൻ അങ്ങയെ കൊല്ലാൻ വേണ്ടി എനിക്കൊരു വരം വേണം. എന്താ, ഞാൻ ആരുടെ തലയിൽ കൈവച്ചാലും ആള് ഭസ്മാവണം. കാരുണ്യമൂർത്തിയാണ് മമ്മിയൂരപ്പൻ അല്ലേ. ഭഗവാനെ ഭജിക്കാൻ വേണ്ടി പ്രദേശത്തുകൾ വന്നപ്പോഴേക്കും നിങ്ങൾ ഭജിച്ചോളൂ, ഞാൻ അങ്ങോട്ട് മാറിയിരിക്കാന്ന് പറഞ്ഞ് ആ കുളത്തിൽ മുങ്ങി കിടക്കുകയായിരുന്നു ശിവൻ. ശിവന് ധാര വളരെ ഇഷ്ടമാണ് മമ്മിയൂരപ്പനെ. ഇനിയിപ്പോൾ ആര് ധാര ചെയ്യാൻ വന്നില്ലെങ്കിൽ ഞാൻ തന്നെ വെള്ളത്തിൻ്റെയിൽ ഇരുന്നോളാന്ന് പറഞ്ഞ് ആ അമ്പലത്തിന്റെ ഗുരുവായൂരപ്പന്റെ വടക്കു ഭാഗത്തുള്ള ആ ഒരു കുളത്തിലിരിക്കുകയായിരുന്നു, മുങ്ങി കിടക്കുകയായിരുന്നു ഭഗവാൻ. പ്രദേശത്തുകൾ വന്നപ്പോൾ തന്നെ നിങ്ങൾ ഇവിടുന്ന് ജപിച്ചോളൂ എന്ന് പറഞ്ഞ രുദ്രഗീതക്ക് ഉപദേശിച്ചു. ഞാൻ അപ്പുറത്തേക്ക് ഇരിക്കാം, മമ്മിയൂർക്ക് കുളത്തിന്റെ വടക്ക് ഭാഗത്തേക്ക് ഞാൻ ഇരിക്കാം, തെക്ക് ഭാഗത്ത് ഗുരുവായൂരപ്പനും ഇരുന്നോട്ടെ. ഈ നോക്കൂ, ഒരു തീർത്ഥത്തിന്റെ വടക്ക് മഹാദേവനും തെക്ക് ഗുരുവായൂരപ്പനും ഇങ്ങനെ ഇരിക്കുക. നമ്മളോ ഇപ്പോൾ തെക്കോട്ട് നോക്കിയിരുന്നിട്ട് ഭഗവാനെ കുറിച്ച് കേൾക്കുകയും ചെയ്യുക. ആൾക്കാരുടെ തെക്കോട്ട് നോക്കിയിരിക്കുക, എന്താ കുഴപ്പമാകും? തെക്കിനെന്താ കുഴപ്പം? എല്ലാവർക്കും പോകാനുള്ളതല്ലേ, തെക്കോട്ട് പോകാനുള്ളതല്ലേ. തെക്കോട്ട് എല്ലാവർക്കും പോകാനുള്ളതാ. അതുകൊണ്ട് തെക്കോട്ട് തിരിഞ്ഞിരിക്കുമ്പോഴും കേൾക്കുന്നത് ഭഗവാനെ കുറിച്ചാവണം എന്ന് വിചാരിച്ചിട്ടാണ് ദേവസ്വം അങ്ങോട്ട് വടക്കോട്ട് തിരിഞ്ഞൊരു സ്റ്റേജ് ഉണ്ടാക്കിയത് അല്ലേ. പണ്ടുണ്ടായിരുന്നില്ലേ, അവിടെ ഉത്സവത്തിന്റെ ആ ഒരു കഞ്ഞി കുടിക്കുന്ന സ്ഥലമായിരുന്നു. ആൾക്കാർക്ക് തെക്കിനെ വലിയ പേടി. ഞാൻ ഈ തെക്കോട്ടിരുന്നിട്ട് കേൾക്കട്ടെ. ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നാലും കേൾക്കുന്നത് ഭഗവാനെയാണെങ്കിൽ, കാണുന്നത് ഭഗവാനെയാണെങ്കിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് പേടിയാണ്, ചിരിച്ചു കഴിഞ്ഞാൽ പേടി, ആരുടെങ്കിലും വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ പേടി അല്ലേ. ഗുരുവായൂരപ്പനെ തോന്നാൻ നിൽക്കുമ്പോൾ പോലും നമ്മുടെ പേഴ്സ് ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നില്ല പേടി. പരീക്ഷ വരുമ്പോഴേക്കും കുട്ടിക്ക് മാർക്ക് കുറയോ ഗ്രേഡ് കുറയോ എന്നുള്ള പേടി. ഏതൊക്കെ രീതിയിൽ പേടി ഉണ്ടാവണോ. പക്ഷേ വൃകാസുരനെ നേരിട്ടങ്ങോട്ട് ചോദിക്കാൻ ഒരു മടി ഉണ്ടാവില്ല. ഞാൻ അങ്ങയെ ഭസ്മാക്കിയിട്ട് അങ്ങയുടെ ഭാര്യയെ സ്വന്താക്കാം. ഗൗരി ഹരണലാലസ. അങ്ങനെ ഒരു വരം വാങ്ങിയിട്ട് മഹാദേവന്റെ തലയിൽ കൈവയ്ക്കാൻ പോയപ്പോഴേക്കും മഹാദേവനും പാർവതിയും പോയി. പിന്നെ അവിടുന്ന് ആരാ ഇറങ്ങി വന്നത്? ഗുരുവായൂരപ്പനാണ് ഇറങ്ങി വന്ന് ചെറിയൊരു കുട്ടിയുടെ വേഷത്തിൽ വന്ന് ആ മൃഗാസുരനോട് അവന്റെ തന്നെ തലയിലേക്ക് കൈവെപ്പിച്ച് അവനെ ഭസ്മാക്കിയ കഥയിലൂടെ ഭഗവാനെ മഹാദേവൻ പോലും ഇടയ്ക്ക് അപകടത്തിൽപ്പെടുന്നുണ്ട്. വരം കൊടുത്തിട്ട്, വരം ദത്വാപ സങ്കടം എന്നാ ഭാഗവതം പറഞ്ഞത്. വരം കൊടുത്തിട്ട് സങ്കടത്തിലാവുക അല്ലെ. നമ്മളൊരാളെ സഹായിച്ചിട്ട് ആ സഹായിച്ച ആൾ ഇങ്ങോട്ട് ഉപദ്രവിക്കാൻ വരിക എന്ന് പറഞ്ഞാൽ എന്താ സ്ഥിതി? അവിടെ വൃകാസുരന്റെ കഥയിലൂടെ അങ്ങ് പറഞ്ഞു തന്നത് അവിടുത്തെ മഹത്വം തന്നെയല്ലേ. മഹാദേവൻ പോലും ബുദ്ധിമുട്ടിലാവുമ്പോ അങ്ങ് വന്ന് രക്ഷിച്ചു എന്നുള്ള കഥയല്ലേ ഭഗവാനെ ആ കഥയിലൂടെ പറയുന്നത്. അവിടുത്തെ മഹത്വമല്ലേ ചോദിക്കുക. ഭൃഗു മഹർഷിയുടെ കഥ അതും ഇന്നലെ പറഞ്ഞു തന്നെയാവും. ബ്രഹ്മാവിന്റെ അടുത്തേക്കും മഹാദേവന്റെ അടുത്തേക്കും പോയിട്ടും അവർക്ക് ക്ഷമലേശം കുറവാണെന്ന് മനസ്സിലാക്കി എവിടേക്ക് വന്നു? ശിവനാഭന്റെ അടുത്ത് വന്ന് ഭഗവാനെ ഉണത്തലും പരീക്ഷിക്കലും ഒന്നിച്ചാവാന്ന് വിചാരിച്ച ആ മാറിടത്തിൽ ഒരു ചവിട്ടിയപ്പോ ഭഗവാന്റെ സത്വഗുണത്തെ ബോധ്യാക്കി കൊടുത്തില്ലേ ചോദിക്കുക. അങ്ങയുടെ കാല് വേദനിച്ചു എന്റെ ഘോരമായ ഈ മാറിൽ ചവിട്ടിയിട്ട് എന്ന് ചോദിച്ചതിലൂടെ ഭഗവാനെ ത്രിമൂർത്തികളിൽ അഗ്രഗണ്യനായിട്ടുള്ള ആള് അങ്ങ് തന്നെയാണെന്നല്ലേ ആ ഭൃഗുമഹർഷിയുടെ കഥയിലൂടെയും പറഞ്ഞു തരണത്. ആ മഹർഷിയുടെ ചവിട്ടിനെ എന്നും ഒരു മറുകായിട്ട്, ശ്രീവത്സം എന്ന മറുകായിട്ട് മാറിൽ സ്വീകരിക്കുന്ന ഗുരുവായൂരപ്പ, ആ ഗുരുവായൂരപ്പന്റെ മഹത്വം അല്ലേ ഭൃഗുമഹർഷിയുടെ കഥയിലൂടെ പറഞ്ഞു തരുന്നത്. ഭൃഗുമുനി മോഹിനി അംബരീഷാതിവൃത്തേ, മോഹിനി അവതാരത്തിലൂടെ ഭഗവാൻ സ്വീകരിച്ചത്. വേണമെങ്കിൽ ഒരു പെണ്ണാവാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പല പല വേഷം കെട്ടുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരു പെണ്ണിന്റെ വേഷം കൂടി കെട്ടാൻ വാഴകുന്നം പറഞ്ഞത്. ഭാഗവത ആ തീവണ്ടിയിൽ യാത്ര ചെയ്യുന്നവർക്ക്, യാത്രക്കാർക്ക് ആഹ്ലാദം നൽകുവാൻ കണ്ണൻ അതിൽ തന്നെ പെണ്ണായി വന്നു. യാത്രക്കാർക്ക് ഒരു ആനന്ദം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഭഗവാൻ ഭാഗവത തീവണ്ടിയിൽ ഒരു പെണ്ണായിട്ട് കയറി എന്നാണ്.
പെണ്ണായ കണ്ണനെ കാണുവാനായി മുക്കണ്ണനും തക്കത്തിൽ കയറിക്കൂടി. ആ കൂട്ടത്തിൽ പെണ്ണായ ഭഗവാനെ കാണാൻ വേണ്ടി അപ്പുറത്ത് മമ്മിയൂരപ്പനും വന്നിട്ട് ഞാനും കൂടി കയറിക്കോട്ടെ, ഭഗവാൻ ഒരു പെണ്ണായ വേഷം കെട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനും കൂടി കയറട്ടെ എന്ന് പറഞ്ഞ് തക്കത്തിൽ അങ്ങോട്ട് കയറിയതാണ് അത്രേ ആ രംഗത്ത്. ശങ്കരമോഹനായിട്ട് ഭഗവാന്റെ മോഹിനി രൂപത്തെ കാണാൻ കാമദേവനെ ഭസ്മമാക്കിയ മഹാദേവൻ പോലും വന്നു എന്നുണ്ടെങ്കിൽ ആ വിഷ്ണു സ്വരൂപത്തിന്റെ മോഹിനി അവതാരത്തിന്റെ മഹത്വം എത്രയാ ഭഗവാനെ. ആരുടെ നേരം കാമം തോന്നാത്തയാളാ മഹാദേവൻ. ചിത്രകേതു നോവന സമയത്ത് പാർവതിയെ മടിയിലിരുത്തി ആലിംഗനം ചെയ്യുക. ചിത്രകേതു എന്താ പറഞ്ഞത്? ഏഷ ലോകഗുരു, ഇതാണ് ലോകത്തിന്റെ ഗുരുനാഥൻ. ഭാര്യ മടിയിലിരുന്നിട്ട് പോലും മഹാദേവന്റെ മനസ്സിന് ഒരു ഇളക്കവുമില്ല. ജഡാധര തീവ്രതപ ബ്രഹ്മവാദി സഭാപതി. പ്രാകൃതന്മാർക്കൊന്നും പറ്റില്ല, അവർക്ക് പരസ്യമായിട്ട് ഭാര്യയെ കെട്ടിപ്പിടിക്കാൻ പറ്റില്ല. കാരണം എന്താ? അവർക്ക് മനസ്സിന് നിയന്ത്രണമില്ല. പക്ഷേ ശ്രീപരമേശ്വരൻ തന്റെ തൃക്കണ്ണുകൊണ്ട് കാമദേവനെ ഭസ്മമാക്കിയ ആളാണ്. അതുകൊണ്ട് ആ മഹാദേവന് പാർവതി മടിയിലിരുന്നാലും ഭഗവാന്റെ മനസ്സിനൊരിളക്കവും തട്ടില്ല. അങ്ങനെയുള്ള ആ മഹാദേവൻ പോലും ആരെ കാണാൻ വന്നു? എനിക്ക് ആ മോഹിനി രൂപം ഒന്ന് കാണണം എന്ന് പറഞ്ഞ എവിടെ എത്തി? വൈകുണ്ഠത്തിലെത്തി. കൈലാസത്തിൽ നിന്ന് നമ്മളൊക്കെ വൈകുണ്ഠത്തിലേക്ക് എത്തിയപ്പോഴാ മുക്തി നേടുമ്പോഴാ വൈകുണ്ഠത്തിലേക്ക് എത്തുക. ഏറ്റവും അവസാനം എത്തുന്നതായിട്ടുള്ള ഒരു പദം ആ സുഖവും ദുഃഖവും ഒന്നും ഇല്ലാത്ത ലോകമാണ്. കുണ്ഠിതങ്ങളൊക്കെ വികതമാവുന്ന ലോകമാണ് വൈകുണ്ഠം. ആ വൈകുണ്ഠ ലോകത്തിലേക്ക് മഹാദേവൻ എന്തിനു വേണ്ട? മോക്ഷത്തിന് വേണ്ടി വന്നതാണോ വൈകുണ്ഠത്തിലേക്ക്? എന്തിനാ? ഭഗവാന്റെ പെൺവേഷം ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ അസുരന്മാര് അപഹരിച്ചു കൊണ്ടുപോയ അമൃതനെ വീണ്ടെടുക്കാൻ വേണ്ടി അങ്ങ് കെട്ടിയ മോഹിനി രൂപം അവിടുത്തെ ആ മഹത്വത്തിന്റെ സ്ഥാപനം തന്നെയല്ലേ കാണിച്ചു തരുന്നത്? മഹാദേവൻ പോലും അങ്ങയുടെ രൂപം കാണാൻ വേണ്ടി വൈകുണ്ഠത്തിലേക്ക് കുടുംബസമേതം, ഒറ്റയ്ക്കല്ല, ഞാൻ മാത്രം കണ്ടാൽ പോരാ, പാർവതിയും സുബ്രഹ്മണ്യനും ഗണപതിയും ഭൂതഗണങ്ങളും ഒക്കെ കാണട്ടെ എന്ന് ചോദിച്ചു. പക്ഷേ മഹാദേവനെ മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ. പാർവതിക്കോ ഭൂതഗണങ്ങൾക്കോ ഗണപതിക്കോ സുബ്രഹ്മണ്യനോ ഒന്നും കാണിച്ചു കൊടുത്തിട്ടില്ല ആ മോഹിനി രൂപം. ഭഗവാൻ പറയുന്നുണ്ട്, കൗതൂഹലായ ദൈത്യാനാം, ദൈത്യന്മാരെ വെറുതെ ഒന്നും മായയിലും മുക്കാൻ വേണ്ടി, ആ അമൃതങ്ങൾ വീണ്ടെടുക്കാൻ വേണ്ടി അവരെ മയക്കാൻ വേണ്ടി ഒരു വേഷം കെട്ടിയെന്നേ ഉള്ളൂ. പക്ഷേ ശങ്കരൻ പോലും മോഹിക്ക്, ശങ്കരമോഹനം തന്നെയല്ലേ അവരുടെ ആ രംഗത്തൊക്കെ. ആ മോഹിനി രൂപം അവിടുത്തെ മഹത്വം കാണിച്ചു തരികയാണല്ലോ. അംബരീഷാതിവൃത്തെ, അംബരീഷന്റെ കഥ. അംബരീഷന്റെ കഥ ഭക്തനെ വിഷമിപ്പിച്ചാൽ വൈകുണ്ഠത്തിലെത്തിയാൽ പോലും അവിടെ രക്ഷ കിട്ടില്ല എന്നല്ലേ കാണിച്ചു തരണത്. ഭാഗവത മഹാത്മ്യത്തിൽ പറയുന്നുണ്ട്, ഭക്തന്മാർക്ക് എന്തെങ്കിലും വിഷമുണ്ടാക്കിയാൽ അവർക്ക് വൈകുണ്ഠത്തിൽ പോയാലും ഒരു സമാധാനം കിട്ടില്ല. അതിന് ഉദാഹരണം പറയുന്നത് എന്താ? ദുർവാസാ ദുഃഖമാപന്ന പുരാ ഭക്ത വിനിന്ദക. ദുർവാസാവ് മഹർഷി ഭക്തന് വിഷമുണ്ടാക്കി വൈകുണ്ഠത്തിലെത്തി രക്ഷ കിട്ടിയോ? ബ്രഹ്മലോകത്തെത്തി അവിടുന്ന് രക്ഷ കിട്ടിയോ? കൈലാസത്തിലെത്തി രക്ഷ കിട്ടിയോ? വൈകുണ്ഠത്തിലെത്തിയപ്പോഴും ഭഗവാൻ പറഞ്ഞത്, എൻ്റെ ഭക്തനെ വേദനിപ്പിച്ച് എൻ്റെ അടുത്ത് വന്നാൽ രക്ഷിക്കാൻ ഞാൻ ആളല്ല എന്നാ പറഞ്ഞത്. എന്നെ കൊണ്ട് പറ്റില്ല രക്ഷിക്കാൻ. എന്നെ കൊണ്ട് രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ആര് പറയണം? എൻ്റെ ഭക്തന്മാര് പറയണം. ഭക്തന്മാരിലൂടെ വേണം എൻ്റെ അടുത്തേക്ക് എത്താനായിട്ട്. അതിനാണ് ചെറുപ്പത്തിലെ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്, സജ്ജനങ്ങളെ കാണുന്ന നേരത്തു ലജ്ജ കൂടാതെ വീണു നമിക്കണം. ഭഗവാനെ കാണാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന ആൾക്കാരെ അങ്ങോട്ട് തൊഴുതോളൂ, അവരെ നമസ്കരിച്ചോളൂ. എത്ര മണിക്കൂർ കാത്തു നിന്നാലും ആ ഗുരുവായൂരപ്പനെ കണ്ടിട്ടേ ഞങ്ങൾ പോവുള്ളൂ. അല്ലാണ്ട് കാശിന്റെ ആധിക്യം കൊണ്ട് കാശ് കൊടുത്ത് തൊഴുതൊന്നുമില്ല ഞങ്ങള്. പരിചയക്കാരുണ്ട് എന്ന് വിചാരിച്ച് അവരുടെ പരിചയത്തിലൂടെ എളുപ്പമാർഗത്തിലൊന്നും കയറി തൊഴില്ല. വരി വരിയായിട്ട് ഭഗവാനെ തൊഴാൻ നിൽക്കുന്ന ആളുകളുടെ പിന്നിൽ നിന്ന്, അവരെ പിന്നിൽ നിന്ന് നമ്മുടെ മുമ്പിലുള്ള ആളുകൾ തൊഴുതു നീങ്ങിയിട്ട് ആ ക്രമത്തിലെ ഗുരുവായൂരപ്പനെ കാണുള്ളൂ എന്ന് ചിന്തിക്കുന്നവരാണ് സജ്ജനങ്ങള്. അവിടെ ക്രമത്തിലാണ് അല്ലേ, അക്രമത്തിലല്ല. സമ്പത്തുള്ളവർക്ക് സമ്പത്ത് കൊടുത്തിട്ട് തൊഴാൻ സാധിക്കും. എല്ലാവർക്കും ഇപ്പം ഇതുണ്ടാവൂ? ഗുരുവായൂരപ്പൻ പറയും, ഞാൻ ആരേ കാണുള്ളൂ? ഞാൻ ക്രമത്തിൽ വരുന്നവരെ കാണുള്ളൂ. പിന്നെ ഭഗവാൻ തന്നെ ആനുകൂല്യം കൊടുത്തിട്ടുണ്ട്. ആർക്കൊക്കെ? തല നിറച്ച ആളുകൾക്ക് ആനുകൂല്യം കൊടുത്തിട്ടുണ്ട് അല്ലേ. ഗുരുവായൂർ വരുമ്പോൾ മാത്രം ആരും ഡൈ ചെയ്യാറില്ല എന്നാണ് കേട്ടിട്ടുള്ളത്.
കാരണം തല നരച്ചു വെച്ച് കഴിഞ്ഞാൽ നേരെ വൃദ്ധന്മാരുടെ ആ ക്യൂവിൽ കയറി പോകാമല്ലോ. വേറെ എവിടെ പോകുമ്പോഴും ഡൈ ചെയ്തു പോകും. ഗുരുവായൂർക്ക് വരുമ്പോൾ മാത്രം ഡൈ ചെയ്യില്ല. ഇങ്ങനെയാണത്രേ. കാരണം ഡൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കറുത്ത തലമുടിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവിടെ ചോദിക്കും, അവർ എത്ര 60 ആയോ, ഐഡൻറ്റി കാർഡ് എവിടെ, ആധാർ കാർഡ് എവിടെ എന്നൊക്കെ ചോദിക്കും. ഇത് മുഴുവൻ റൂമിൽ വെച്ചിട്ടാണ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ അതിന് എളുപ്പം വഴി ഡൈ ചെയ്യാണ്ട് വന്നു കഴിഞ്ഞാൽ അത് ന്യായമായിട്ടില്ല. കാരണം പ്രായമുള്ള എല്ലാവർക്കും പോയി, എനിക്കും 60 കഴിഞ്ഞാൽ അധികം പോവാം. അപ്പോൾ പറ്റില്ലെന്നേ ഉള്ളൂ, 60 കഴിഞ്ഞാൽ പോവാം, കുഴപ്പമില്ല. എല്ലാവർക്കും ഒരേ നിയമമാണ്. ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ഒരേ ഒരു നിയമമേ ഉള്ളൂ. ഭക്തന്മാർക്ക് ഏതെങ്കിലും രീതിയിൽ വേദന ഉണ്ടാക്കിയാൽ അവരെ പിന്നെ ഭഗവാന്റെ അടുത്ത് പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഭക്തനെ സേവിക്കലാണ്, ഭക്തന്മാരെ സഹായിക്കലാണ് ഏറ്റവും വലിയ ധർമ്മം എന്ന് അംബരീഷന്റെ കഥയിലൂടെ കാണിച്ചു തന്ന ഗുരുവായൂരപ്പ അവിടുത്തെ മഹത്വം എവിടെ ഇരുന്നിട്ടാ ചോദിക്കണത്? വായിൽമാടത്തിൽ കയറുമ്പോൾ കണ്ടിട്ടില്ലേ? ക്യൂ നിൽക്കുന്ന ആൾക്കാർ കുട്ടികൾക്കോ കാണിച്ചു കൊടുക്കുക. പട്ടേരിപ്പാടിരുന്ന് നാരായണീയം വായി എഴുതിയ സ്ഥലം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ നാലമ്പതിൽ കൊടിമരത്തിന്റെ ചുവട്ട് നിങ്ങളുടെ അകത്തേക്ക് കിടക്കുമ്പോൾ ഇടതുഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട് 4 ഭാഷകളിൽ. മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും സംസ്കൃതത്തിലും എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരുന്നാണ് ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടേരിപ്പാട് നാരായണീയം രചിച്ചത് എന്ന്. ഗുരുവായൂരപ്പനെ മാത്രം കണ്ടാൽ പോരാ, ഭക്തന്മാരുടെ ഇരുന്ന സ്ഥലവും കാണണം. അത് കഴിഞ്ഞ് പ്രദർശനം ചെയ്ത് പുറത്തിറങ്ങിയാൽ അവിടെ തൂണിന്റെ മുകളിൽ ഗുരുവായൂരപ്പനെ ആരാധിച്ച ഭക്തന്മാര് ശ്രീകൃഷ്ണനും ബലരാമനും മുതൽ ഒരറ്റത്ത് മഹാലക്ഷ്മിയും സരസ്വതിയും എന്നെ നടുക്കായിട്ട് പൂന്താനവും മേൽപ്പത്തൂരും മാനവേദവരാജയും ഗുരുരമ്പയും ബ്രഹ്മാവും ശങ്കരാചാര്യരും തുടങ്ങി സുബ്രഹ്മണ്യനും വേദവ്യാസനും എത്രയെത്ര ഭക്തന്മാരുടെ ആ ഒരു ശില്പം. ഇതൊക്കെ ഗുരുവായൂരപ്പനെ സേവിച്ച ആൾക്കാരാണ്. എന്താണെന്ന് വെച്ചാൽ ആ കൂട്ടത്തിൽ മഞ്ജുളയുടെ ശില്പം കാണുന്നുണ്ടായിട്ടില്ല. മഞ്ജുളയുടെ കാണുന്നുണ്ടായില്ലേ? ഇല്ല, മറ്റു പല ഭക്തന്മാരുടെയും കാണുന്നുണ്ടായി. മഞ്ജുള, അതുപോലെ നെന്മിനി ഉണ്ണി, കണ്ണനെ ഊണ് കഴിപ്പിച്ചതായിട്ടുള്ള ആ ഒരു കുട്ടി മേശാന്തി, അങ്ങനെ 2 പേരുടെ ഒരു ശില്പം ഭക്തന്മാരുടെ കൂട്ടത്തിൽ കാണുന്നുണ്ടായിട്ടില്ല. ഒന്ന് അന്വേഷിച്ച് നോക്കൂ, എവിടെയെങ്കിലും സ്ഥാപിക്കാൻ പറ്റുമെങ്കിൽ. ചെറുപ്പക്കാരെ 2 പേര്. മഞ്ജുള കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, ചെറിയ കുട്ടിയാണ്. ആ ഭഗവാനെ കുട്ടിയതായിട്ടുള്ള നെന്മിനി പട്ടേരി, ആ മേശാന്തി ഉണ്ണിയും കുട്ടിയല്ലേ? കുട്ടികൾ തന്നെയാണ്. കാരണം കുട്ടികളെ ഗുരുവായൂരപ്പനെ വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ പ്രത്യക്ഷനാവുമെന്ന് കാണിച്ചു തരുമല്ലേ? ആൽത്തറയിൽ ചാർത്തിയ ഒരു മാല ഗുരുവായൂരപ്പന്റെ മാറിൽ എത്തിയതായ അത്ഭുത ലീലകള്. അപ്പൊ കുട്ടികള് ഈശ്വരനെ ആരാധിച്ചാൽ, കുട്ടികളെ വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ വേഗം സന്തോഷിക്കും എന്നുള്ള കഥകള് ഇതുപോലെ കുട്ടികളുടെ കഥയിലൂടെ വേണ്ടേ പറഞ്ഞു കൊടുക്കാൻ. ഭഗവാനെ അംബരീഷന്റെയും മൃഗാസുരന്റെയും ഭൃഗുമഹർഷിയുടെയും മോഹിനിയുടെയും കഥയിലൂടെ എന്താ പറഞ്ഞത്? തവഹി മഹത്വം, ഭഗവാന്റെ മഹത്വം തന്നെയല്ലേ പറഞ്ഞു തരുന്നത്. സർവ്വശർവാദിചൈത്രം, അങ്ങ് ശർവൻ മഹാദേവൻ തുടങ്ങി സകല ദേവന്മാരെയും ജയിച്ചതായിട്ടുള്ള കഥ അല്ലേ ഈ കഥകളിലൂടെയൊക്കെ പറയണത്. സ്ഥിരമിഹ പരമാത്മ നിഷ്കളാവർഗഭിന്നം, സ്ഥിതമിഹ പരമാത്മൻ നിഷ്കളാർവാകഭിന്നം കിമപി യഥോഭാതം തദ്ഭിരൂപം തവൈവ. ഗുരുവായൂരപ്പ അവിടുത്തെ നിഷ്കള ഉപാസന, രൂപമില്ലാത്ത ഭഗവാനെ ഉപാസിക്കുക. ഭഗവാനെ ഉപാസിക്കണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു രൂപം വേണമെന്നൊന്നുമില്ല. അപ്പോൾ വിഷ്ണുവായിട്ട് ആരാധിച്ചാലും ശിവനായിട്ട് ആരാധിച്ചാലും സുബ്രഹ്മണ്യനായിട്ടോ ഗണപതിയായിട്ടോ ഭദ്രകാളിയായിട്ടോ കുട്ടിച്ചാത്തനായിട്ട് ആരാധിച്ചാലും ഈ ആരാധന സ്വീകരിക്കുന്നത് ആരാ? ഈ ഗുരുവായൂരപ്പൻ തന്നെയാണ്. ഒരു കുട്ടിച്ചാത്തനായിട്ട് ആരാധിക്കുന്നവരുണ്ടാവും, ആ കുട്ടിച്ചാത്തെല്ലാം അതിൻ്റെ ഒന്ന് ശാസ്ത്രീകരിച്ച് വരികയാണെന്ന് വെച്ചാൽ ശാസ്ത്ര അല്ലേ, ചാത്തൻ എന്നുള്ളതിനെ ഒന്ന് ശാസ്ത്രീകരിച്ച് കഴിഞ്ഞാൽ ചാത്തനല്ല ശാസ്ത്രനായിട്ട് മാറും. ശാസ്ത്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച ആള്, സർവ്വശാസ്ത്രങ്ങൾക്കും അധികാരി. ആരാ? ഗുരുവായൂരപ്പനല്ലേ സർവ്വശാസ്ത്രങ്ങൾക്കും അധികാരി. അതിന്റെ ഭാഷ വന്നു ചാത്തനൊക്കെ ആയി മാറിയിട്ടുണ്ടെങ്കിലും ആരാച്ചാൽ ആരാധിച്ചോളൂ കേട്ടോ. ഈ ആരാധന സ്വീകരിക്കണ ഒരേ ഒരാള് ഗുരുവായൂരപ്പാണ്. ആകാശത്തു നിന്നും ഭൂമിയിൽ എവിടെ പതിച്ച് വെള്ളവും ഒഴുകി എത്തുന്നത് സമുദ്രത്തിൽ എന്നതുപോലെ ആകാശാൽ പതിതം തോയം യഥാ ഗച്ഛതി സാഗരെ സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. എവിടെ നമസ്കരിച്ചാലും ഗുരുവായൂരപ്പന്റെ മുമ്പിലായെത്തണത്. നമ്മൾ ബസ്സിലിരുന്ന് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കാറുണ്ട്. അവിടെ ഒരു വിഗ്രഹം ഉണ്ടായിട്ടാണോ, അവിടെ വിളക്ക് കത്തിച്ചാണോ? നല്ല തിരക്കുള്ള ബസ്സിൽ ഇങ്ങനെ നിൽക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും. മുമ്പിലൂടെ ആൾ കയറുമ്പോൾ കണ്ടക്ടർ പറയും പിന്നാക്കം നീങ്ങാൻ പറയും, പിന്നിലൂടെ ആൾ കയറുമ്പോൾ മുന്നാക്കം നീങ്ങാൻ പറയും. ഇത് ഇതിനുള്ളിൽ നിന്ന് എവിടെ നീങ്ങാനാ? അപ്പം എന്താ പ്രാർത്ഥിക്കാറ്? ഗുരുവായൂരപ്പ ആരെങ്കിലും ഒന്ന് എണീറ്റിരുന്നു എന്നുണ്ടെങ്കിൽ ഇരിക്കായിരുന്നല്ലോ എന്ന് പറഞ്ഞ് ബസ്സിലിരുന്ന് ഗുരുവായൂരപ്പനെ വിളിക്കും. അവിടെ വല്ല വിഗ്രഹം ഉണ്ടായിട്ടാണോ, വിളക്കുണ്ടായിട്ടാണോ? ഭഗവാന്റെ ചിത്രം പോക്കറ്റിലുണ്ട്, ഭഗവാന്റെ ഫോട്ടോ ബേസിലുണ്ട്. ആ ഫോട്ടോ എടുത്തിട്ടാണോ പറയണത്? കൈ അനക്കാൻ സ്ഥലമില്ലേ അവിടെ ആ സമയത്ത്?
ഗുരുവായൂരപ്പനെ വിളിക്കുന്നുണ്ട്. ബസ് സ്റ്റോപ്പിൽ നിന്ന് പ്രാർത്ഥിക്കാറുണ്ട്, ഭഗവാൻ എത്ര നേരമായി കാത്തു നിൽക്കണോ, എന്താ ബസ് വരാത്തത്, ഒരു ഓട്ടോഷെങ്കിലും വന്നിട്ട് ഒരു ബസ്സെങ്കിലും വരട്ടെ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കുമ്പോഴാവും ചിലപ്പോ ആ പ്രാർത്ഥന തീവ്രമായാൽ നമുക്ക് പരിചയമുള്ള ആരെങ്കിലും ആ വഴി കാറുമായിട്ട് പോകുന്നുണ്ടാവും. അവർ കാറ് നിർത്തിയിട്ട് എന്താ അവിടെ നിൽക്കണത്, വന്നോളൂ ഞാൻ കൊണ്ടാക്കാന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകും. ബസ് സ്റ്റോപ്പിൽ നിന്നുള്ള നമ്മുടെ പ്രാർത്ഥനയാണ് അവിടെ എത്തിക്കണത്. നമ്മൾ ആരെങ്കിലും പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടോ ഒന്ന സമയത്ത് കാറും കൊണ്ടുവരണമെന്ന്? ഏൽപ്പിച്ചതാരാ? ഗുരുവായൂരപ്പനാണ്. എന്ത് വേണം? ഗുരുവായൂരപ്പനെ വിളിക്കണം. ബസ് സ്റ്റോപ്പിൽ നിന്നായാലും ശരി, ബസ്സിൽ നിന്നായാലും ശരി, ട്രെയിനിൽ നിന്നായാലും ശരി, എവിടെ നിന്നായാലും ഗുരുവായൂരപ്പനെ വിളിക്കണം. അതിനായിട്ട് വിളിക്കാൻ ഒട്ടും മടിക്കേണ്ട കാര്യമില്ല. ഇനി ഏത് രൂപത്തിൽ വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല. അവനവന് നാവിന് വഴങ്ങുന്നതായിട്ടുള്ള ചൊല്ലി ശീലിച്ചതായിട്ടുള്ള നാമങ്ങള് ഒരു കോടി കോടി തവ തിരുനാമമുള്ളവയിൽ അരുതാത്തതില്ല ഹരിനാരായണായ നമ. ഒരു കോടി 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 നാമങ്ങളുണ്ടല്ലോ, അതിലേത് വേണേ ജപിച്ചോളൂ. ഇനി ജപിക്കാൻ പാടുവോ എന്നൊക്കെ സംശയിക്കുകയാണെങ്കിൽ അതിനും 6 ശാസ്ത്രങ്ങളും 4 വേദങ്ങളും പഠിച്ച് എഴുത്തച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഊരിന്നു വേണ്ട ചില ഭാരങ്ങൾ വേണ്ടതിനു, നീരിന്നു വേണ്ട നിജതാരങ്ങൾ വേണ്ടതിന്, നാരായണ അച്യുത ഹരേ എന്നതിനൊരുവർ നാവൊന്നേ വേണ്ടു ഹരിനാരായണായ നമ. നാവുണ്ടെങ്കിൽ നാമം ജപിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആര്? പട്ടേരിപ്പാടിനോട് നാരായണീയം എഴുതിക്കോളൂ എന്ന് പറഞ്ഞ് നാരായണീയം എഴുതാൻ നിർദ്ദേശം കൊടുത്ത എഴുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പട്ടേരിപ്പാടിന് തൻ്റെ ഇല്ലത്തെ അവിടെ തൃക്കണ്ടിയൂര് ഷാരത്ത് വിവാഹം കഴിച്ച് ഷാരത്തിരിക്കുമ്പോഴോ തൻ്റെ മേൽപ്പത്തൂർ ഇല്ലത്തിരിക്കുമ്പോഴോ തൊട്ടടുത്തുള്ള എഴുത്തച്ഛനെ, അയൽവാസികളവരെ വലിയ ദൂരമൊന്നുമില്ല, എഴുത്തച്ഛനും ചന്ദനക്കാവും തിരൂരും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല. തൃക്കണ്ടിയൂര് ഷാരത്താണ് അദ്ദേഹത്തിൻ്റെ വിവാഹം ഉണ്ടായത്. അപ്പോൾ തൃക്കണ്ടിയൂര് അവിടെ തന്നെയാണ് എഴുത്തച്ഛൻ്റെ ഈ സ്ഥലം. എന്നിട്ട് എഴുത്തച്ഛനെ ഒന്ന് പോയി കാണാനോ സംസാരിക്കാനോ തോന്നിയത് എവിടെ വന്നപ്പോഴാ? ഗുരുവായൂരിൽ വന്നപ്പോഴാണ്. രക്ഷപ്പെടാനുള്ള മാർഗം പറഞ്ഞൊരാളാൾ എവിടെയുണ്ട്? അടുത്ത് തന്നെയുണ്ട്. ഇത് ഇവിടുന്ന് ആളെ അങ്ങോട്ട് പറഞ്ഞേക്കുകയുണ്ടായത്. എന്നാൽ അവിടെ തന്നെ പോവായിരുന്നില്ലേ? അവിടുന്ന് അടുത്താണ്. അതിന് എവിടെ വേണം? ഗുരുവായൂരപ്പന്റെ മുമ്പിൽ വന്നപ്പോഴാണ് വേണ്ട മാർഗം തോന്നിയത്. വേണ്ട മാർഗം കാണിച്ചു തരുന്ന ആരാ? ഗുരുവായൂരപ്പൻ. പരീക്ഷയ്ക്ക് പോകുമ്പോൾ കുട്ടികളോട് പറയേണ്ടത്, അച്ഛൻ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുതരാൻ വരില്ല കേട്ടോ, അമ്മ വരില്ല കേട്ടോ. പഠിപ്പിച്ച ടീച്ചർ ക്ലാസ്സിലുണ്ടെങ്കിലും ഉത്തരം പറഞ്ഞു തരാൻ ടീച്ചർ വരില്ല. ആരേ വരുള്ളൂ? ഗുരുവായൂരപ്പനെ വരുള്ളൂ ഉത്തരം പറഞ്ഞു തരാൻ. എങ്ങനെയാ ഗുരുവായൂരപ്പൻ വരിക? നമ്മൾ വീട്ടിലിരുന്ന് പഠിച്ച് മനഃപ്പാഠമാക്കിയ ചോദ്യങ്ങൾ ചോദ്യപേപ്പറിൽ ഉണ്ടാവുള്ളൂ. ഏത് ചോദ്യപേപ്പറിൽ വരിക നമുക്കറിയാൻ പറ്റുമോ? നമ്മൾ പഠിച്ച ചോദ്യങ്ങളാവണമെന്നുണ്ടോ? ചിലപ്പോൾ ചില പരീക്ഷയ്ക്കാണ് നമ്മൾ നോക്കിയ ചോദ്യങ്ങളൊന്നും വരില്ല. ഇത് പഠിച്ചോളൂ മറ്റത് പഠിച്ചോളൂ എന്ന് പഴയ മോഡൽ ക്വസ്റ്റ്യനൊക്കെ പല ആൾക്കാരും അയച്ചു തരും. ഇത് കഴിഞ്ഞ കൊല്ലത്തെയാണ്, ഇത് മുമ്പത്തെ കൊല്ലത്തെയാണ് എന്നൊക്കെ പറയും. കഴിഞ്ഞ കൊല്ലത്തെ മുമ്പത്തെ കൊല്ലത്തൊന്നുമല്ലേ നമുക്ക് കിട്ടേണ്ടത്, ഈ വർഷത്തെയല്ലേ കിട്ടുന്നത്. ഈ വർഷത്തെ ചോദ്യപേപ്പർ ഏതാ ചോദ്യങ്ങളെന്ന് അറിയുന്ന ആരാ? ഈ ഗുരുവായൂരപ്പൻ അറിയാലോ ആ ചോദ്യപേപ്പറിൽ ഏതൊക്കെ ചോദ്യങ്ങളുണ്ട് എന്നുള്ളത്. ആ ഗുരുവായൂരപ്പനെ ഭജിക്കുന്ന കുട്ടികൾക്ക് പരീക്ഷയുടെ അന്ന് രാവിലെ കൂടി ആ ചോദ്യങ്ങൾ വായിക്കാനും അതിന്റെ ഉത്തരം മനസ്സിലാക്കാനും തോന്നും. ആ കുട്ടികൾ നാമം ജപിക്കുന്നുണ്ടെങ്കിൽ, ഗുരുവായൂരപ്പനെ ഭജിക്കുന്നുണ്ടെങ്കിൽ. പല ചോദ്യപേപ്പറിലും കാണാം ആദ്യത്തെ 15 മിനിറ്റ് ആ ചോദ്യങ്ങളെ ആകെ ഒന്ന് വായിച്ച് മനസ്സിലാക്കാനുള്ളതാണെന്ന്. ചോദ്യങ്ങളെ മനസ്സിലാക്കാനുള്ളതല്ല, ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ച് മനസ്സിന് ബലം കൊടുക്കാൻ, പരീക്ഷയെ പേടിയോടുകൂടിയല്ല ബലത്തോടുകൂടി സ്വീകരിക്കണം. അല്ലേ? കൃഷ്ണാവതാരത്തിൽ കൃഷ്ണൻ വന്ന് ഒറ്റയ്ക്കല്ലതേ, എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്, കുറച്ച് ബലം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആരെ കൂടെ കൂട്ടി? ബലരാമനെ കൂടെ കൂട്ടിയില്ലേ? മറ്റേതെങ്കിലും അവതാരത്തിൽ ഏട്ടനായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ? രാമാവതാരത്തിൽ സഹായത്തിന് ലക്ഷ്മണൻ കാൽ തിരുമ്പി കൊടുക്കാനും വഴിയിലെ കല്ലും മുള്ളൊക്കെ മാറ്റാനും ഒക്കെ ആയിട്ട് യോ ഹരീന്ദ്രാനുജാഭ്യാം മൃജിത പതരുജോ എന്നാ പറഞ്ഞത്. ശ്രീരാമൻ നടക്കുന്ന വഴിയിലൂടെ കല്ലും മുള്ളൊക്കെ മാറ്റിയാണ് ഹനുമാനും ലക്ഷ്മണനും കൂടി. അവിടെ ബലത്തിന് സഹായത്തിനാണ്. പക്ഷെ ഇവിടെ ബലരാമനായിട്ട് ഏട്ടനെ കൂടെ കൂട്ടി. ആരോഗ്യമുണ്ടാവാൻ, ബലമുണ്ടാവാൻ ബലരാമനെ പ്രാർത്ഥിച്ചാൽ മതി. രോഗങ്ങളൊന്നും വരാതെ ഇരിക്കുവാൻ രോഹിണി പുത്രനെ നിത്യം ഭജിക്കണം. രോഹിണി പുത്രൻ ആരാ? ബലരാമൻ.
ആ രോഹിണീപുത്രനെ നിത്യം ഭജിച്ചു കഴിഞ്ഞാൽ രോഗങ്ങളൊന്നും വരില്ല. രോഗങ്ങളൊന്നും വന്നില്ലെങ്കിൽ എന്താ? രോഗങ്ങളില്ലാത്ത അവസ്ഥയാണ് ആരോഗ്യം. ശരീരത്തിനല്ല ആരോഗ്യം വേണ്ടത്, ആർക്കാ? മനസ്സിനാണ്. മനസ്സിന്റെ ആരോഗ്യം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ടെൻഷൻ എന്ന അവസ്ഥ. എന്താ? മനസ്സിന്റെ ആരോഗ്യം നഷ്ടപ്പെടുന്ന അവസ്ഥ. എന്താ വേണ്ടതെന്ന് തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അതിന് തീരുമാനിക്കുന്നത് ഗുരുവായൂരപ്പനാണോ എന്ന് ചിന്തിച്ചാൽ പിന്നെ നമുക്കെന്താ പ്രശ്നം? ഗുരുവായൂരപ്പനാണ് തീരുമാനിക്കുന്നത് എന്ന് നമ്മൾ ഉറപ്പിച്ചാൽ ആ ഉറപ്പില്ലാത്തതാണ്. ഞാനാണ് തീരുമാനിക്കണത്. ഇത്ര മണിക്ക് പോകണമെന്ന് ഞാൻ വിചാരിക്കണു, ഇത്ര മണിക്ക് പോകണം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. നടപ്പിലാവണോ വേണ്ടോ എന്ന് ആരാ തീരുമാനിക്കണത്? ഗുരുവായൂരപ്പനാണ്. അതിന് ഗുരുവായൂരപ്പനെ ഏൽപ്പിച്ചാൽ മതി. ഞാൻ എന്താണ് ഇനി വേണ്ടതെന്ന് ഗുരുവായൂരപ്പൻ ഓതിയിടണം. ഒട്ടൂര് പറയുക, എനിക്ക് ഒന്നിനും കഴിവില്ല ഭഗവാനെ, നാമം ജപിക്കാൻ പോലും ആരോഗ്യമില്ലാണ്ടായി, ഇനി ഞാൻ എന്താ വേണ്ടതെന്ന് ഭഗവാൻ പറയണം. എന്നിട്ട് ഭഗവാനെ ഏൽപ്പിച്ചു കൊടുക്കുക പൂർണ്ണമായിട്ട്. അല്പം പോലും ഞാനെന്ന ഭാവമില്ലാണ്ട് അവനവന്റെ ഉള്ളിൽ മാത്രമല്ല, അവനവന്റെ കുട്ടികളുടെ ഉള്ളിലും വിഷ്ണു മഹത്വം സ്ഥാപിച്ചു കൊടുക്കണം. ആ ഗുരുവായൂരപ്പനല്ലാണ്ട് അപ്പുറത്ത് വേറൊരാൾ രക്ഷയ്ക്കില്ല എന്ന് ഉറപ്പിച്ചു കൊടുക്കണം. പട്ടേരിപാട് പറഞ്ഞു, ഭഗവാനെ അവിടുത്തെ രൂപം തന്നെയാണ് ശിവനായിട്ടിരിക്കുന്നതും അങ്ങ് തന്നെയാണ്. ഒന്നായിട്ടുള്ള ഭഗവാന്റെ ഓങ്കാര രൂപം അങ്ങ് തന്നെയാണ്. ത്രിമൂർത്തികൾക്കും അപ്പുറത്താണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപം. മൂർത്തി ത്രയേശ്വര സദാശിവ പഞ്ചകം യൽ പ്രാഹു പരാത്മവപുരേവ സദാശിവോസ്മിൻ തത്രേശ്വരസ്തു സ വികുണ്ഠപദസ്ത്വം ഏവ ത്രിത്വം പുനർഭജസി സത്യപതേ ത്രിഭാഗേ. ഗുരുവായൂരപ്പ, ഈ ശൈവന്മാര് പറയാറുണ്ട് ഭഗവാന്റെ 5 രൂപങ്ങൾ. അതിൽ അവസാനത്തത് സദാശിവനാണ്. ആ ശിവന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ശിവപുരാണം ഒക്കെ ഉള്ളത്. ഈ ശിവപുരാണത്തിൽ ശിവൻ എന്ന് പറയുന്നത്, മംഗളകാരി എന്ന് പറയുന്നത് ഗുരുവായൂരപ്പ അങ്ങ് തന്നെയാണ്. അവിടെ പേരിനെ ഒന്നും മാറ്റണോ, അതുപോലെ രൂപത്തെ ഒന്നും മാറ്റണോ എന്നല്ലാണ്ട് ആള് മാറണമൊന്നുമില്ല. അപ്പൊ ഇല്ലത്തിന് പുറപ്പെട്ട് ഇവിടെ എത്തുന്നത് വരെ എൻ്റെ വേഷത്തല്ല, ഷർട്ടായിരുന്നു. അപ്പൊ ഭഗവാനെ കാണാൻ വേണ്ടി അകത്ത് കയറുമ്പോൾ ആ വേഷത്തിൽ കയറാൻ പറ്റുമോ? ഇല്ലേ? ഷർട്ടൊക്കെ അഴിച്ചു വെച്ച് വേഗം മൊബൈലൊക്കെ ഒരു ദിക്കിൽ വെച്ചതിന് ശേഷം ഒരു ഷാളിട്ട് വേണമെങ്കിൽ അകത്തേക്ക് കയറാം. നീ വെച്ച ആള് മാറിയോ? അവിടെ കണ്ട ആളല്ലല്ലോ. ആ കണ്ട ആൾ ഷർട്ടൊക്കെ ഇട്ട്, ഷർട്ടും ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് വന്ന ആളാണല്ലോ. വേഷേ മാറിയിട്ടുള്ളൂ, ഭാവമേ മാറിയിട്ടുള്ളൂ, ആളൊന്നു തന്നെയാണ്. ഓരോ ദിക്കിലും ഓരോ വേഷങ്ങളാണ്. ഭഗവാൻ കൈലാസത്തില് ഇരിക്കുമ്പോ കിടക്കുന്ന പാമ്പിനെ എടുത്തിട്ട് കഴുത്തിലിടുന്നേ ഉള്ളൂ. ഒന്ന് കണ്ണനാണെങ്കിൽ മറ്റത് കണ്ണൻ തന്നെയാണ്. രണ്ടുപേരും കണ്ണന്മാരാണ്. ശിവനും കണ്ണനാണ്, ഗുരുവായൂരപ്പനും കണ്ണനാണ്. ശിവന്റെ മുമ്പിൽ ഒരു മൂ എന്നൊരു അക്ഷരം ചേർക്കണമെന്നേ ഉള്ളൂ. ശിവൻ എങ്ങനെയുള്ള കണ്ണനാ? ശിവൻ മുക്കണ്ണനാണ്. ഇവിടെ ഇരിക്കുന്ന ആളെ കണ്ണാ കണ്ണാന്ന് മാത്രം വിളിച്ചാൽ മതി. മമ്മിയൂരെത്തി കഴിഞ്ഞാൽ മുക്കണ്ണാന്ന് വിളിക്കണം, അല്ലേ? രണ്ടുപേരും കണ്ണന്മാർ തന്നെയാണ്. രണ്ടുപേരും മഞ്ഞപ്പട്ട തന്നെയാണ് കൊടുക്കണത്. ശിവന്റെ ആ മഞ്ഞപ്പട്ടിൽ കുറേശ്ശെ പുള്ളികൾ ഉണ്ടാവുന്നേ ഉള്ളൂ. പുലിത്തോലുള്ള സമയത്ത് മഞ്ഞ തന്നെയാണ്, അതിൽ കുറച്ച് പുള്ളികളുണ്ടാവും. അതിപ്പോൾ ഈ പല വഴിക്ക് നടക്കുമ്പോൾ പർവ്വതത്തിലല്ലേ, നല്ല ടൈൽസ് ഇട്ട് വൃത്തിയാക്കിയ കൊട്ടാരത്തിലൊന്നുമില്ലല്ലോ. ദ്വാരകയിലെ കൊട്ടാരം പോലെ കൊട്ടാരമൊന്നുമില്ലല്ലോ, വൈകുണ്ഠം പോലെ അല്ലല്ലോ, ശ്മശാന ഭൂമിയല്ലേ. അപ്പോൾ അവിടുന്ന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മഴ പെയ്യുമ്പോൾ ചളിയൊക്കെ തെറിച്ചിട്ടാവും, കുറേ മഞ്ഞപ്പട്ടിൽ കുറേ പുള്ളി വന്നിട്ടുണ്ട്. പുലിത്തോലെടുത്തുകൊണ്ടല്ലേ മഹാദേവൻ. ഒരാൾക്ക് താഴെയാണ് വെള്ളം വെച്ചാൽ മറ്റേയാൾക്ക് മുകളിലാണ് ആ വെള്ളം എന്നേ ഉള്ളൂ. പാലാഴിയിൽ ഭഗവാൻ കിടക്കുന്നതിൻ്റെ അടിയിലാണ് എന്ത്? കടല്, വെള്ളം, അല്ലേ? ശിവനാണെങ്കിൽ തലയിലാണ് വെള്ളമുള്ളത്, ഗംഗയാണ്. ഒരാൾക്ക് താഴെയാണോ ഒരാൾക്ക് മുകളിലാണോ എന്നുള്ള വ്യത്യാസം. വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ആളുടെ ഭാവത്തിലോ ആൾക്കോ മാറ്റമില്ല. ഭഗവാനെ ആ ശൈവന്മാര് പറയുന്ന ആ പഞ്ചകത്തിലെ 5ാമത്തെ സദാശിവൻ അങ്ങ് തന്നെയാണ്. സദാശിവൻ എപ്പോഴും മംഗളം കൊടുക്കുന്ന ആള്, എപ്പോഴും പുഞ്ചിരിക്കുന്ന ഒരാള്, അല്ലേ? മംഗളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം ഉണ്ടാവുക മറ്റൊരാൾ ചിരിക്കുമ്പോഴല്ലേ. ആരെങ്കിലും നമ്മളോട് ദേഷ്യപ്പെടാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം ഉണ്ടാവുമോ? ദേഷ്യപ്പെടുന്ന ആളെ കണ്ടാൽ സന്തോഷം ഉണ്ടാവുമോ? കരയുന്ന ആളെ കണ്ടു കഴിഞ്ഞാൽ അയാൾ കരയാലേ, സന്തോഷമായി കേട്ടോ. ആരെങ്കിലും പറയാറുണ്ടോ?
ഇല്ല ആര് കരയുകയാണെങ്കിലും പാവം എന്തിനാണാവോ കരയണത് എന്ന ഭാവമേ ഉണ്ടാവുള്ളൂ. ഒരിക്കലും കരയാത്ത അവതാരം ശ്രീകൃഷ്ണാവതാരം. കരയാത്ത മാത്രമല്ല, ദേഷ്യപ്പെടാത്ത അവതാരം. കരയാത്ത അവതാരം. അല്ല, വാമനമൂർത്തി കരഞ്ഞിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പരശുരാമന് കരയുണ്ടായിട്ടുണ്ട്. കാരണം അമ്മയുടെ ശിരസ് ഛേദിക്കേണ്ടി വന്നിട്ടുണ്ട്. ചെറുതായിട്ട് സങ്കടമൊക്കെ വന്നിട്ടുണ്ട്. ദേഷ്യപ്പെട്ടിട്ടുണ്ട്, ധാരാളം ദേഷ്യപ്പെട്ടിട്ടുമുണ്ട്. നരസിംഹമൂർത്തി ദേഷ്യപ്പെട്ടില്ലേ? ദേഷ്യപ്പെടുകയോ കരയുകയോ രജോ ഗുണമോ തമോ ഗുണമോ വരാത്ത അവതാരം ശ്രീകൃഷ്ണാവതാരം, പരിപൂർണ സത്വാവതാരം. ഭഗവാൻ കരഞ്ഞിട്ടില്ല, പുഞ്ചിരിക്കുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ശ്രീകൃഷ്ണ ഭഗവാൻ ആരോടും ദേഷ്യപ്പെട്ടിട്ടില്ല. കൃഷ്ണനെ ആരാധിക്കുന്നവർക്ക് എന്ത് ഗുണം വേണം? ആ ഗുണം വേണം. ആരോടും ദേഷ്യപ്പെടരുത്. ആരോടെങ്കിലും നിങ്ങൾ ദേഷ്യപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃഷ്ണഭക്തന്മാരാവില്ല. കൃഷ്ണഭക്തന്മാരാരോടും ദേഷ്യപ്പെടില്ല. സ്വന്തം കുട്ടികളോട് വരെ ബഹളം വയ്ക്കുന്ന ആൾക്കാരെ കാണാം. കുട്ടികളെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പറയും അമ്മ ചീത്ത പറയും, അമ്മ ചീത്ത പറയുമെന്ന്. അപ്പൊ ഈ നല്ലത് പിന്നെ ആരാ പറഞ്ഞു കൊടുക്കുക? അല്ലേ? കുട്ടികൾ പറയും അമ്മ ചീത്ത പറയും, അച്ഛൻ ചീത്ത പറയുമെന്ന്. അച്ഛനും അമ്മയും ചീത്ത പറഞ്ഞു കൊടുക്കാനുള്ള ആൾക്കാരല്ല, കുട്ടിക്ക് നല്ലത് മാത്രം പറഞ്ഞു കൊടുക്കാനുള്ള ആൾക്കാരാണ്. നാട്ടുകാരാരെങ്കിലും ചീത്ത പറയുമ്പോൾ അതിനെ നന്നാക്കി കൊടുക്കാനുള്ള ആൾക്കാരാണ്. ഒരിക്കലും അച്ഛനും അമ്മയും കുട്ടികളെ വഴക്ക് പറയാനോ ചീത്ത പറയാനോ ഒന്നും പാടില്ല. അച്ഛൻ്റെയും അമ്മയുടെയും വായിൽ നിന്ന് നല്ല വാക്ക് മാത്രമേ കുട്ടികൾ കേൾക്കാൻ പാടുള്ളൂ. അച്ഛനും അമ്മയും നല്ലത് പറഞ്ഞു കാണിച്ചു കൊടുക്കണം. അവർ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? കുട്ടികൾ നാട്ടുകാരെ പോയിട്ട് ബാക്കിയുള്ളവരെ പോയിട്ട് ചീത്ത വിളിക്കണത് കേൾക്കേണ്ടി വരും. നല്ലത് കേൾപ്പിച്ചു കൊടുക്കാൻ, നല്ലത് അനുഭവമാക്കി കൊടുക്കാൻ അച്ഛനന്മാർക്കേ സാധിക്കുള്ളൂ. അതിന് അവരെന്ത് വേണം? അവർ ഈശ്വരനെ നല്ലോണം ഭജിക്കുന്നവരായി മാറണം. വിളക്കിൻ്റെ അടുത്തിരിക്കുന്നവരാവണം. വിളക്ക് വയ്ക്കുന്ന മുറിയിലേക്ക് കയറാത്ത ആൾക്കാരാവരുത്. ഭഗവാന്റെ രൂപം കണ്ടാൽ ആ ഭഗവാന്റെ രൂപത്തിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നവരാവണം. ഏതെങ്കിലും വീട്ടിൽ ചെന്നു കഴിഞ്ഞാൽ ആദ്യം ആ വീട്ടിൽ വിളക്ക് വെക്കുന്നിടത്ത് പോയി പ്രാർത്ഥിച്ചതിന് ശേഷമേ ആ സോഫയിലോ കസേരയിലോ വന്നിരിക്കാവൂ. ആര് ചെയ്യാറുണ്ട്? ഏതെങ്കിലും വീട്ടിൽ ചെന്നാൽ കയറി ഇരിക്കൂ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള കസേരകളിൽ ഏറ്റവും നല്ല കസേരയിൽ നോക്കിയിരിക്കും. പറ്റേ കാലും കയറ്റി വെച്ചിരിക്കും. ആ വീട്ടിലൊരു ഈശ്വര ആരാധന നടക്കുന്നുണ്ട്. അവിടെ വിളക്ക് വെക്കുകയും നിത്യേന ഈശ്വരനെ പൂജിക്കുകയും ചെയ്യുന്ന ഒരു മുറിയുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചുമരിൻ്റെ അടുക്കോ ഒന്നുമില്ലെങ്കിൽ കോണിച്ചോട്ടിലെങ്കിലും ഒരു ഫോട്ടോ വെച്ച് വിളക്ക് വെക്കുന്നുണ്ടാവും. അവിടെ പോയിട്ട് തൊഴുതതിന് ശേഷം മാത്രമേ കയറിയിരിക്കാൻ പാടുള്ളൂ. ഇപ്പൊ ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ട് ആരെയാണ് കാണേണ്ടത്? ആ അകത്തിരിക്കുന്ന ഗുരുവായൂരപ്പനെ ഒന്നുമില്ലെങ്കിൽ കൊടിമരത്തിന്റെ ചുവട്ടിലൊന്ന് ആ ശ്രീകോവിലെ വിളക്കെങ്കിലും കാണണം. കാരണം എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതൊക്കെ ചെയ്തതിന് ശേഷം മതിയോ? പോരാ, നടക്കിൽ വന്ന് കൊടിമരച്ചോട്ടിൽ വന്ന് ഭഗവാനെന്ന് തൊഴുതതിന് ശേഷമേ റൂം പോലും എടുക്കാൻ പാടുള്ളൂ. റൂമിലേക്ക് പോലും പോകാൻ അത്രയേ പാടുള്ളൂ. നട അടുത്ത സമയമാണെങ്കിലും വേണ്ടില്ല, ആ പുറത്ത് വന്നിട്ട് ദീപസ്തംഭത്തിന്റെ മുകളിൽ നിന്ന് ആ നടക്കുന്ന ഭഗവാനെ ഒന്നുമില്ലെങ്കിൽ കിഴക്കാൻ നടക്കുന്നോ അല്ലെങ്കിൽ പടിഞ്ഞാറ് നടക്കുന്നോ ഒന്ന് ഗുരുവായൂരപ്പനെ ഒന്ന് നടക്കിൽ വന്ന് ഭഗവാനെ ഒന്ന് തൊഴാണ്ടേ റൂമിലേക്ക് പോലും പോകാൻ പാടില്ല. ആര് ചെയ്യാറുണ്ട്? ആ റൂമിൽ പോയിട്ട് അലങ്കരിച്ച് അലങ്കാരങ്ങളൊക്കെ എന്താ മുല്ലപ്പൂവൊന്നും കാണാനില്ലല്ലോ ഇവിടെ കച്ചവടക്കാരെ എന്നൊക്കെ പറഞ്ഞ് അത് അന്വേഷിച്ച് നടക്കുക. ഗുരുവായൂരപ്പനെയല്ല കാണാൻ വരണത്, മറ്റുള്ളവർക്ക് കാണാനുള്ള മുല്ലപ്പൂവിനെ അന്വേഷിച്ച് നടക്കുക. അവരവന് കാണാൻ പറ്റും തലയിൽ വെച്ച മുല്ലപ്പൂവ്, പിന്നിലുള്ളവർക്കേ കാണാൻ പറ്റുള്ളൂ. അവരവന് പോലും കാണാൻ പറ്റാത്ത മുല്ലപ്പൂവ് അന്വേഷിച്ച് നടക്കുക. വെച്ചോളൂ, അതിൻ്റെ സുഗന്ധം ഉണ്ടാവും, നല്ലതാണ്, വിരോഹമൊന്നുമില്ല. പക്ഷെ ആ ഗുരുവായൂരപ്പനെ കാണണം എന്ന ചിന്തയാവണം കൂടുതൽ. ഭഗവാന്റെ നാമം ജപിക്കലാവണം. ആ നാമം ജപിക്കാൻ തോന്നണം. അതിന് അറിവുള്ളവർ പറഞ്ഞു കൊടുക്കണം. അത് അച്ഛനും അമ്മയും പറഞ്ഞു കൊടുക്കണം. ഭഗവാനെ ശൈവന്മാര്, വൈഷ്ണവന്മാര്, ശക്തയന്മാര് എന്നൊക്കെ പറഞ്ഞ് മൂന്ന് രീതിയിലും പല പല രീതിയിലും ഈശ്വരനെ ആരാധിക്കുന്നവരുണ്ട്. അവരെല്ലാം ആരാധിക്കുന്ന ആ ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപം ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. ത്രിത്വം പുനർഭജസി സത്യപദേ ത്രിഭാഗേ തത്രേശ്വരസ്തു സ വിഗുണ്ഡപദസ്ത്വം ഏവ. ഭഗവാനെ സത്വഗുണം, സമാധാന ഗുണം, പരിപാലിക്കുക എന്നുള്ള ഗുണം. ഇപ്പൊ മഹാദേവൻ പരിപാലിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞാലും പരിപാലിക്കുന്ന ആള് മഹാദേവൻ.
ദേവന്മാരിൽ വെച്ച് മഹാദേവൻ ആരാ? ഇത് ഗുരുവായൂരപ്പൻ തന്നെയാണെന്ന് പറയുക. ദേവന്മാരിൽ വെച്ചിട്ട് ആ ഭാഗവതത്തിന്റെ ആ ഒരു അവസാന അധ്യായത്തിൽ, സമർപ്പണ അധ്യായത്തിൽ പറയും, നിന്നഗാനാം യഥാ ഗംഗ ദേവാനാം അച്യുതോ യഥാ വൈഷ്ണവാനാം യഥാ ശംഭു പുരാണാനാം ഇദം തഥാ. ആ ഒഴുകുന്ന നദികളിൽ ഗംഗ ശോഭിക്കുന്നത് പോലെ ദേവാനാം അച്യുതോ യഥാ, ദേവന്മാരിൽ വെച്ച് അച്യുതൻ ശോഭിക്കുന്നത് പോലെ അല്ലേ? അച്യുതൻ ശോഭിക്കണോ? ഏറ്റവും കൂടുതൽ ദേവന്മാരിൽ ശോഭിക്കുന്നത് ഭഗവാൻ മഹാവിഷ്ണു. അപ്പൊ മഹാദേവൻ എന്ന് പറഞ്ഞാലും ആരാ? ദേവന്മാരിൽ വെച്ച് മഹത്വമേറിയത് അത് മഹാവിഷ്ണു തന്നെയാണ്. ഗുരുവായൂരപ്പ അങ്ങേക്ക് തന്നെയല്ലേ ചോദിക്കുക. ഇനി തത്രാപി സാത്വികതനം തവ വിഷ്ണുമാഹോർ ധാതാതു സത്വവിരളോ രജസൈവ പൂർണ്ണ സത്വോൽക്കടത്വമഭിചാസ്തി തമോ വികാര ശേഷ്ടാധികഞ്ച തവ ശങ്കരനാംനി ഭൂമൂർത്തൗ. ഭഗവാനെ, ത്രിമൂർത്തികളില് രജോ ഗുണം ഉള്ള പ്രാധാന്യം എല്ലാവരിലും സത്വഗുണമുണ്ട്. ത്രിമൂർത്തികളിൽ ബ്രഹ്മാവിനും വിഷ്ണുവിനും മഹാദേവനും സത്വഗുണമുണ്ട്. അതിൽ രജോ ഗുണത്തിന് ഒരു ലേശം ആധിക്യം കൂടും ബ്രഹ്മാവിന്. സത്വഗുണത്തിൻ്റെ ഒപ്പം രജോ ഗുണവും കൂടി കൂടും. മഹാദേവനാണെന്നുണ്ടെങ്കിൽ സത്വഗുണത്തിനോടൊപ്പം കുറച്ച് തമോ ഗുണവും കൂടി കൂടും. വിഷ്ണുവിനാണെങ്കിലോ സത്വഗുണത്തോടൊപ്പം സത്വഗുണം തന്നെ കൂടുന്ന രൂപമാണ് ആര്? മഹാവിഷ്ണു. 3 പേരിൽ സത്വഗുണമുണ്ട്. അതിൽ ബ്രഹ്മാവിന് രജോ ഗുണം ഇല്ലാണ്ട് വയ്യ. കാരണം സൃഷ്ടി നടത്തുമ്പോൾ നന്മ മാത്രം പോരാ, ഉയർന്ന പ്രദേശം മാത്രം പോരാ, അതിനനുസരിച്ച് താഴ്ന്ന പ്രദേശവും വേണം. ഇടത്തോട്ട് മാത്രം തിരിഞ്ഞാൽ പോരാ, ഇടയ്ക്ക് വലത്തോട്ട് തിരിയാനുള്ള വഴികളും വേണം. കയറ്റം മാത്രം പോരാ, ഇറക്കവും വേണം. പകല് മാത്രം പോരാ, രാത്രിയും വേണം. പകലിന്റെ നേരെ വിപരീതമാണ് രാത്രി, കയററ്റത്തിന്റെ നേരെ വിപരീതമാണ് ഇറക്കം. ഇതുപോലെ ബ്രഹ്മസൃഷ്ടിയിൽ ദേവന്മാര് മാത്രം പോരാ, അസുരന്മാരും വേണം, രാക്ഷസന്മാരും വേണം, മൃഗങ്ങളും വേണം, പക്ഷികളും വേണം, മരങ്ങളും വേണം, എല്ലാം വേണം. അതുകൊണ്ട് ബ്രഹ്മാവിന് മുഴുവൻ സത്വഗുണമായിട്ടിരിക്കാൻ പറ്റില്ല. ഡോക്ടർമാര് മാത്രം മതിയോ? രോഗികൾ വേണ്ടേ? പോലീസുകാർ മാത്രം മതിയോ? കള്ളന്മാർ വേണ്ടേ? ഒരു കള്ളന്മാരും ഇല്ല വെച്ചാൽ പിന്നെ പോലീസുകാർക്ക് എന്താ പണി? അപ്പൊ അതിനുവേണ്ടി കള്ളന്മാരുണ്ടാവണം, രോഗികൾ ഉണ്ടാവണം. ആർക്ക് വേണ്ടി? ഡോക്ടർമാർക്ക് വേണ്ടിയിട്ട്. ഒരാൾക്ക് രോഗമില്ല കേട്ടോ, പിന്നെ മരുന്ന് കമ്പനികളൊക്കെ എന്ത് ചെയ്യും? മരുന്ന് കച്ചവടക്കാരൊക്കെ എന്ത് ചെയ്യും? 3 റുപ്യയുടെ മരുന്ന് 100 റുപ്യ ജീവിക്കണം. അവരൊക്കെ പിന്നെ എങ്ങനെ ജീവിക്കും? ഇപ്പൊ ജീവിക്കണ്ടേ? വേണം. മദ്യപാനികൾ വേണം. ലിംഗിതുണ്ടാക്കുന്നവരൊക്കെ എങ്ങനെ നിൽക്കും? സർക്കാരൊക്കെ എങ്ങനെ കാര്യങ്ങൾ നോക്കും? ഏറ്റവും കൂടുതൽ സർക്കാരിന്റെ വരുമാന മാർഗം മദ്യമാണെന്നാണ്. അപ്പൊ അതിൽ കുടിക്കുന്നതില്ല ഞാൻ പറ്റുമോ? എല്ലാം വേണം. അത് വിഷ്ണു ഭക്തിയിൽ വന്നാൽ പിന്നെ അത് ഉണ്ടാവില്ല. ഗുരുവായൂരപ്പനെ തൊഴുതു കഴിഞ്ഞാൽ പിന്നെ 1 മാസത്തേക്കെങ്കിലും മദ്യ മാംസമൊക്കെ ഉപേക്ഷിക്കണം. അതിനാണ് മാസം മാസം ഗുരുവായൂരപ്പനെ വന്ന് തൊഴണം എന്ന് പറഞ്ഞത് കേട്ടിട്ടില്ലേ? എല്ലാ മാസവും ഒരു തവണ വന്ന് തൊഴുതു കഴിഞ്ഞാൽ പിന്നെ അടുത്ത 1 മാസത്തേക്ക് മദ്യ മാംസം ഒന്നും പാടില്ല. ആ 1 മാസം ആകുമ്പോഴേക്കും എന്ത് ചെയ്യും? വീണ്ടും വന്ന് തൊഴുക. അങ്ങനെ ക്രമേണ എന്താവും? ഇതിലേക്കൊന്നും മനസ്സ് പോവാണ്ടാവും. അപ്പൊ എന്താവും? സത്വഗുണമായിട്ട് മാറും. എല്ലാ മാസം മാസം ഭഗവാനെ തൊഴുക. എന്നാൽ 2 മാസം കൂടുമെന്ന് പറഞ്ഞില്ലല്ലോ, ആഴ്ചയ്ക്ക് എന്ന് പറഞ്ഞില്ലല്ലോ. എന്തേ? ഒരു തവണ വന്ന് തൊഴുതു കഴിഞ്ഞാൽ 1 മാസത്തോളം ആ ഒരു എനർജി, ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. ആ ഗുരുവായൂരപ്പ ചിന്ത വഴി മദ്യശാലയിലേക്ക് പോകാൻ നോക്കുമ്പോൾ അയ്യോ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ആ തൊഴുത രംഗം, ഗുരുവായൂരപ്പനെ അവിടെ ആ ഭഗവാനെ തൊഴുതായിട്ടുള്ള ആ ഒരു ആനന്ദം, അവിടുത്തെ ഒരു പ്രസാദകൂട്ട് കഴിച്ച ഒരു ആനന്ദം, ഭഗവാന്റെ ആ ഒരു ആനപ്പുറത്തുള്ള എഴുന്നള്ളിപ്പ് കണ്ടതായിട്ടുള്ള ആ ഗുരുവായൂർ കേശവന്റെ പത്മനാഭന്റെ ഒക്കെ ശില്പം കണ്ടതായിട്ടുള്ള ആ ഒരു രംഗം മനസ്സിലേക്ക് ഓർമ്മ വരും. അപ്പോഴേക്കും പിന്നെ മദ്യപിക്കാൻ തോന്നില്ല. കാരണം എന്താ? മദ്യം എന്ന ലഹരിയേക്കാൾ എത്രയോ വലിയ ലഹരിയാണ് ഗുരുവായൂരപ്പൻ എന്ന ലഹരി. ആ ഗുരുവായൂരപ്പൻ എന്ന ഒരു ലഹരി തലക്കി പിടിച്ചാൽ പിന്നെ ഉണ്ടല്ലോ, പൂന്താനം പറഞ്ഞില്ലേ, ഭക്തി തന്നിൽ മുഴുകിച്ചമഞ്ഞുടൻ മത്തനെ പോലെ നൃത്തം കുതിക്കണം. ഭക്തിയിൽ അങ്ങോട്ട് ലയിച്ച് ഒരു മത്തനെ പോലെ ആവുക. മദ്യപിച്ച് നശിച്ചിട്ടല്ല മത്തനാവേണ്ടത്. ഗുരുവായൂരപ്പന്റെ നാമം ജപിച്ച് ഭഗവാന്റെ കഥകൾ കേട്ടിട്ട് മത്തനായി തീരണം. ഭഗവാന്റെ കഥകൾ കേട്ടിട്ട് ആളുകൾ കളിയാക്കിക്കോട്ടെ. പറഞ്ഞു, ഹരിഷാശ്രു പരിപ്ലുതനായിട്ടു പരുഷാദികളൊക്കെ സഹിച്ചുടൻ
സജ്ജനങ്ങളെ കാണുന്ന നേരത്തു ലജ്ജ കൂടാതെ വീണു നമിക്കണം. ഹരിഷാശ്രുപരിപ്ലുതനായിട്ട് ഗുരുവായൂരപ്പന്റെ നാമം ജപിച്ച ഭഗവാന്റെ കഥകൾ കേട്ട് നമ്മുടെ കണ്ണു നിന്നും ധാരധാരയായിട്ട് കണ്ണുനീരങ്ങനെ ഒഴുകി ആനന്ദ നൃത്തം ചെയ്യുക. അതിന് പരുഷാദികളൊക്കെ സഹിച്ചുടൻ. പരുഷവാക്കുകൾ പറയാൻ, നമ്മളെ കളിയാക്കാനും കുറ്റം പറയാനും ധാരാളം ആളുകളുണ്ടാവും. ആ പരുഷവാക്കുകളൊക്കെ സഹിക്കുക, ഒന്നും അവരോട് എതിർത്ത് പറയരുത് എന്നാ. നമ്മൾ ചെയ്യുന്ന ഈശ്വരാരാധനയെ തടയാനായിട്ട് ആൾക്കാർ ധാരാളം ഉണ്ടാവും. കളിയാക്കലും കുറ്റം പറയലും ഒക്കെ ആയിട്ട് ഒന്നും മറുപടി പറയാൻ നിൽക്കണ്ട. നാളെ അവരും നമ്മുടെ കൂടെ നാമം ജപിക്കാൻ കൂടും, ഉറപ്പാ. കാരണം നാമജപം കണ്ട് നാമം ജപിക്കാത്തവർക്ക് ജപിക്കാൻ തോന്നും അല്ലേ? ആ വലിയൊരു കൊറോണയ്ക്ക് ശേഷം ഒരുപാട് തിരക്ക് കൂടിയില്ലേ? കാരണം എന്താ? ഞാനാണ്, അല്ലെങ്കിൽ ഡോക്ടറുണ്ട്, നേഴ്സുണ്ട്, എനിക്ക് സ്വന്തമായിട്ട് ആശുപത്രിയുണ്ട്, കുടുംബ ഡോക്ടറുണ്ട്, മരുന്നുണ്ട്, പണമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിച്ച ആളുകള് ഇതിനൊന്നും തന്നെ രക്ഷിക്കാൻ പറ്റില്ല. ഗുരുവായൂരപ്പന്റെ രാവിലത്തെ അഭിഷേക തീർത്ഥം മാത്രമാണ് ആ കൊറോണയ്ക്കുള്ള ഒരു മരുന്ന്. ഈശ്വര ആരാധന മാത്രമാണ് എന്ന് ബോധ്യം വന്നു അല്ലേ? അവനവൻ തന്നെ കൊറോണ വന്ന് മരിക്കുമോ എന്നുള്ള സന്ദർഭത്തിലെത്തിയ ആൾക്കാരുണ്ടാവും. അവനവൻ്റെ കൂടെയുള്ള ഒരു കൊറോണ വന്ന് മരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അവിടെ മരുന്നോ മറ്റു കാര്യങ്ങളോ ഒന്നും രക്ഷയ്ക്കില്ല എന്ന് ബോധ്യം വന്നു. ആ സമയത്ത് എല്ലാവരും ഉറക്കെ വിളിച്ചു പറഞ്ഞു, മനസ്സുകൊണ്ടെങ്കിലും, ഗുരുവായൂരപ്പ ഭഗവാനെ, ഞാൻ അവിടുത്തെ നാമം ജപിച്ചോളാം, ഗുരുവായൂരിൽ വന്നോളാം, അവനവനെ ഭജിച്ചോളാം, ഇതുവരെ കൊണ്ടു നടന്ന അഹങ്കാരം ഞാനെന്ന ഭാവമൊക്കെ മാറ്റിവെച്ച് ഗുരുവായൂരപ്പനെ ഒന്ന് നമസ്കരിച്ചോളാം, ശയനപുരുഷം ചെയ്തോളാം, പാൽപ്പായസം കഴിച്ചോളാം എന്ന് പറഞ്ഞ ഗുരുവായൂരപ്പനെ ആരാധിക്കാൻ തുടങ്ങി. ഈശ്വരനില്ല എന്ന് നടന്നിരുന്ന ആളുകളൊക്കെ ഗുരുവായൂർക്ക് വരാൻ തുടങ്ങി. അതിന്നല്ല, പണ്ടേ ഉണ്ടല്ലേ? തിരുനാമാചാര്യൻ നിരീശ്വരവാദിയായിരുന്നു, നാമാചാര്യനായിട്ട് മാറിയില്ലേ? മാവുലിശ്ശേരി സുബ്രഹ്മണ്യൻ നമ്പൂരി നിരീശ്വരവാദിയായിരുന്നു, സുബ്രഹ്മണ്യൻ തിരുമുമ്പ് നിരീശ്വരവാദിയായിരുന്നു. ഇന്ന് ഭാഗവതവും ഒക്കെ വൃത്താനുവൃത്തം തർജ്ജമ ചെയ്ത ക്ഷേമൻ ആയിട്ടുള്ള ആളായി. എൻ്റെയൊക്കെ ഗുരുനാഥൻ ഗുരുവായൂരപ്പദാസ സ്വാമികള് നിരീശ്വരവാദിയായിരുന്നു. പിന്നീട് ഗുരുവായൂരപ്പ ദാസൻ എന്ന പേര് സ്വീകരിച്ചു. എങ്ങനെ? ആ ഗുരുവായൂരപ്പന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് അറിവുള്ളവര് പറഞ്ഞു കൊടുക്കണത് കേട്ടിട്ട്, അറിവുള്ളവർ പറയുന്നുണ്ട് ഓരോ കാലത്തും, പക്ഷെ അത് കേൾക്കാൻ നിൽക്കണ്ടേ? അറിവുള്ളവർ പറഞ്ഞു തന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നാരായണീയവും ഭാഗവതവും ഹരിനാമകീർത്തനവും ജ്ഞാനപ്പാനയും ഒക്കെ ആയിട്ട് അനവധി കൃതികള്, അനവധി കാവ്യങ്ങളിലൂടെ, കഥകളിലൂടെ ഭക്തന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. അത് പറയുന്നുണ്ട്. അത് കേൾക്കാൻ തയ്യാറാവണ്ടേ? കേൾക്കാൻ തയ്യാറാവണം, അത് വായിക്കാൻ തയ്യാറാവണം. ശക്തമായ വിഷമങ്ങൾ വരുമ്പോ, ഞാനിതുവരെ കൊണ്ടു നടന്നതൊന്നും എനിക്ക് രക്ഷയ്ക്ക് ഇല്ല എന്ന് മനസ്സിലാവുമ്പോ, ഗുരുവായൂരപ്പൻ മാത്രമേ എനിക്ക് രക്ഷയുള്ളൂ എന്ന് ഓർമ്മ വരും. ഗുരുവായൂരപ്പ, ബ്രഹ്മാവ് രജോഗുണം അധികമുള്ളത് കൊണ്ട് ബ്രഹ്മാവിനും പൂർണ്ണമായിട്ട് രക്ഷിക്കാൻ സാധിക്കില്ല. മഹാദേവൻ രക്ഷകനാണെങ്കിലും മഹാദേവനും രക്ഷപ്പെടാത്ത സ്ഥലങ്ങളുണ്ട്. അതിന് ഉദാഹരണമല്ലേ വൃകാസുരന്റെ കഥ. മഹാദേവൻ വരം കൊടുത്തിട്ട് അപകടമായില്ലേ? ബ്രഹ്മാവ് എത്ര പേർക്ക് വരം കൊടുത്തിട്ട് അപകടത്തിലായിട്ടുണ്ട്? ബ്രഹ്മാവ് ഹിരണ്യകശിപുവിന് വരം കൊടുത്തിട്ട് ബ്രഹ്മാവാകെ വിഷമത്തിലായി. ഹിരണ്യകശിപു കാരണം നാട്ടുകാർ മുഴുവൻ വിഷമത്തിലായി. ബ്രഹ്മാവ് രാവണന് വരം കൊടുത്തിട്ട്, ശമ്പരാസുരന് വരം കൊടുത്തിട്ട്, താരകാസുരന് വരം കൊടുത്തിട്ട്, ഈ അസുരന്മാർ മുഴുവൻ രജോഗുണ പ്രധാനികളാവുകൊണ്ട് അവരൊക്കെ ആ ബ്രഹ്മാവിനെ തപസ് ചെയ്യുക. കാരണം രജോഗുണത്തിലുള്ള ബ്രഹ്മാവിനെ തപസ് ചെയ്തിട്ട് വരങ്ങൾ വാങ്ങുക. അതുവഴി വിഷമം ഉണ്ടാവുന്നുണ്ട്. മഹാദേവനും ഇടയ്ക്ക് ചില വിഷമങ്ങൾ ഉണ്ടാവുന്നുണ്ട്. മഹാബലിയുടെ കാവൽക്കാരനാണ് വാമനമൂർത്തി സുതലോകത്തില്. മഹാവിഷ്ണുവിനൊക്കെ കാവൽ നിൽക്കുമ്പോൾ എനിക്കും ഒരാളുടെ കാവൽക്കാരനാവണം എന്ന് വിചാരിച്ച് മഹാദേവൻ എന്ത് ചെയ്തു? ബാണന്റെ ഗോപുരം കാക്കാനായിട്ട് പോയി. ബാണന്റെ ഗോപുരത്തിന്റെ കാവൽക്കാരനായിട്ട് മാറി. മഹാബലിയുടെ മകനായ ബാണന്റെ ഗോപുരം കാക്കാൻ. എന്നിട്ട് ആ ബാണൻ എന്ത് ചെയ്തത്? കൃഷ്ണന്റെ പേരക്കുട്ടിയായ അനിരുദ്ധനെ പിടിച്ച് ജയിലിലിടുകയുണ്ടായത്. മഹാദേവൻ പറഞ്ഞിട്ട് വിട്ടുകൊടുക്കുകയുണ്ടായില്ല. പിന്നെ കൃഷ്ണൻ വന്നിട്ട്
ആ യുദ്ധത്തിൽ ബാണാസുരന്റെ അഹങ്കാരത്തിന്റെ കൈകൾ 996 കൈകളെയൊക്കെ മുറിച്ചതിന് ശേഷമാണ് മഹാദേവൻ പറഞ്ഞത് അവനെ കൊല്ലരുത് എന്ന് പറഞ്ഞപ്പോ ഞാൻ കൊല്ലൊന്നുമില്ല എന്ന് പറഞ്ഞ ഗുരുവായൂരപ്പൻ. പ്രഹ്ലാദിന് വരം കൊടുത്തിട്ടുണ്ട് 21 തലമുറയ്ക്ക് സദ്ഗതിയാണ്. പ്രഹ്ലാദന്റെ മകൻ വിരോചനൻ, വിരോചന്റെ മകൻ മഹാബലി, മഹാബലിയുടെ മകൻ ബാണൻ, 4ാമത്തെ തലമുറയായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് കൊല്ലൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോ മഹാദേവൻ ചിലപ്പോ വിഷമത്തിലായിട്ടുണ്ട്. മഹാദേവൻ വരം കൊടുത്തതാണ് ബാണൻ 1000 കൈകള്. ബാണൻ ആ കൈകളെ കൊണ്ട് വന്നിട്ട് ചോദിച്ചു, മഹാദേവ ഞാൻ മഹാദേവനെ തല്ലട്ടെ ചോദിച്ചു. കൊടുത്ത കൈകളെ കൊണ്ട് അങ്ങോട്ട് തല്ലട്ടെ എന്ന് ചോദിച്ചു. അപ്പോഴാ മഹാദേവൻ പറഞ്ഞു, നിനക്ക് തല്ലാൻ ഒരാൾ വരും, എനിക്ക് തുല്യനായിട്ടുള്ള ഒരാൾ വരും എന്ന് പറയുക. അപ്പോൾ മഹാദേവനും ബ്രഹ്മാവൊക്കെ വരം കൊടുത്തിട്ട് ചില ആൾക്കാർ വിഷമത്തിലായിട്ടുണ്ട്. പക്ഷേ മഹാവിഷ്ണുവിന്റെ വരം വാങ്ങിയ ഒരാളും വിഷമത്തിലായിട്ടില്ല. മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ട അനുഗ്രഹം കൊടുത്ത ഒരാളും ഉപദ്രവകാരിയായിട്ടില്ല. കാരണം അത്രയ്ക്ക് മനഃശുദ്ധി വന്നാലേ ഭഗവാൻ അനുഗ്രഹിക്കുള്ളൂ, വരം കൊടുക്കുള്ളൂ. ആ ധ്രുവൻ ഭഗവാനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയത് 6 മാസം കൊണ്ട്. ആ ധ്രുവനൊരു അധപ്പതനം വന്നിട്ടില്ല. ധ്രുവൻ ആരെയും പോയി ദ്രോഹിച്ചിട്ടില്ല. തൻ്റെ അനിയനെ നിഗ്രഹിച്ച യക്ഷന്മാരുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചു എന്നല്ലാണ്ട് അതും മുത്തശ്ശൻ വന്ന് പറഞ്ഞപ്പോൾ ഒന്ന് നിർത്തുകയും ചെയ്തു. മരണത്തെപ്പോലും തൻ്റെ കാലിൻ്റെ അടിയിലായിട്ടാണ് ധ്രുവൻ മൃത്യോർ മൂർധനി പതന്തെത്തുക. മരണത്തിൻ്റെ തലയിൽ ചവിട്ടിയിട്ടാണ് ആ വൈകുണ്ഠാലോകത്തേക്ക് പോയത്. പിന്നെ ഭഗവാന്റെ അനുഗ്രഹം. പിന്നെ ഭഗവാൻ ഒരു കാര്യമുണ്ട്, ഗുരുവായൂരപ്പ അങ്ങ് എല്ലാവർക്കും ഒന്നും വെറുതെ വാരിക്കോരി വരം കൊടുക്കുമൊന്നുമില്ല. ഋഷഭദേവന്റെ കഥയിൽ പറയുന്നുണ്ട്, മുക്തിം ദദാതി കർഹിജിൽ സ്മന ഭക്തിയോഗം. ഗുരുവായൂരപ്പൻ മുക്തി കൊടുക്കും. വിഷമായിട്ട് വന്ന് പൂതനയ്ക്ക് കൊടുത്തിട്ടുണ്ട്, ചീത്ത പറഞ്ഞ ശിശുപാലിന് കൊടുത്തിട്ടുണ്ട്, കൽക്കലിക്ക് അമ്പെയ്ത ആ ജരയ്ക്ക് കൊടുത്തിട്ടുണ്ട്, അനവധി ആളുകൾക്ക് മുക്തി കൊടുത്തിട്ടുണ്ട്, കൊല്ലാൻ വന്ന അനവധി ആളുകൾക്ക് മുക്തി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഗുരുവായൂരപ്പൻ കൊടുക്കാൻ മടിക്കുന്ന ഒന്നാണ് എന്ത്? കർഹിജിൽ സ്മന ഭക്തിയോഗം. ഭക്തി അത് ഭഗവാൻ എല്ലാവർക്കും ഒന്നും കൊടുക്കില്ല. കാരണം ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ഭക്തന്മാരായാൽ പിന്നെ ഒരു അധപ്പതനം ഇല്ല. ഒരിക്കലും ജീവിതത്തിൽ ഒരു അധപ്പതനം വരില്ല മഹാവിഷ്ണുവിന്റെ ഭക്തന്മാരായി കഴിഞ്ഞാൽ. മാസം മാസം വന്ന് ഗുരുവായൂരപ്പനെ തൊഴൂ. ഇനി ഇവിടെ വരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവനവന്റെ വീട്ടിൽ തന്നെ രാവിലെ 3 മണിക്ക് എണീറ്റ് അല്ലെങ്കിൽ 2:30 എണീറ്റ് കുളി കഴിഞ്ഞിട്ട് 3 മണിക്ക് ഗുരുവായൂർ നട തുറക്കുന്ന സമയത്ത് അവനവന്റെ പൂജാമുറിയിൽ വിളക്ക് വെച്ചുകൊണ്ട് ഗുരുവായൂരപ്പ ഞാൻ അവിടുത്തെ നിർമാല്യം തൊഴുകയാണേ ഒന്ന് സങ്കല്പിച്ച് തൊഴുതു നോക്കൂ. ഒരു ചെലവും ഇല്ലാത്ത കാര്യം അല്ലേ? ഗുരുവായൂർ ഇല്ലത്തിന് ഇവിടെ വരണമെങ്കിൽ കാശ് ചെലവുണ്ട്. വരിവരിയായിട്ട് നിൽക്കണം, മുങ്ങിക്കുളിക്കണം. അവനവൻ്റെ വീട്ടിൽ നിന്ന് 2:30 എണീറ്റ് കുളിച്ച് പൂജാമുറിയിൽ ഇരിക്കുക, 2:55 ആകുമ്പോഴേക്കും തയ്യാറായിരിക്കുക. ആ 3 മണിക്ക് വിളക്ക് കൊളുത്തി ഒരു കൊല്ലം ഒന്ന് ചെയ്തു നോക്കൂ. പറ്റുന്നുണ്ടെങ്കിൽ വീട്ടിലെല്ലാവരെയും ചെയ്യിക്കുക. ഒരാൾ തന്നെ എങ്ങനെയൊന്നും ചെയ്യുമെന്ന് നിശ്ചയമില്ല. ഗുരുവായൂർ വന്നാൽ തന്നെ എങ്ങനെ 2:30 എണീറ്റിട്ട് വരുന്നത് എന്നുള്ളത് അവരവർക്ക് എൻ്റെ വിഷമം അറിയുള്ളൂ. അപ്പൊ ഈ എന്നും ചെയ്യണ ഗുരുവായൂരപ്പനും ഗുരുവായൂരപ്പന്റെ മേശാന്തിക്ക് മറ്റു വിശാന്തിമാരൊക്കെ അവസ്ഥയെ ആലോചിച്ച് നോക്കും. അവരെന്നും ചെയ്യണതല്ലേ. ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ആ ഇടയ്ക്ക് ഊഴം മാറി 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 വരും അല്ലേ? മോർണിംഗ് ഡ്യൂട്ടി ഉള്ളവർക്ക് കുറച്ച് കഴിഞ്ഞാൽ നൈറ്റ് ഡ്യൂട്ടി ആവും, നൈറ്റ് ഡ്യൂട്ടി ഉള്ളവർക്ക് മോർണിംഗ് ആവും. ഈ ശ്രീകോവിലിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് എപ്പോഴെങ്കിലും ഇത് മാറുന്നുണ്ടാവും. രാവിലെ ഒരു മേശാന്തി, വൈകുന്നേരം മേശാന്തിക്ക് ഒഴിവ്, അങ്ങനെയുണ്ടാവും. 2:30 കുളത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഉച്ചപൂജ കഴിഞ്ഞതുവരെ എത്ര ചൂടായാലും എത്ര തണുപ്പായാലും ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാണ്ട് ആ ഭഗവത് ചിന്തയുമായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ മഹാതപസ് എന്നല്ലാണ്ട് അതിന് വേറെ എന്താ പറയുക? മേശാന്തിയെ പോയി നമസ്കരിക്കേണ്ടത്, ദക്ഷിണോട് നമസ്കരിക്കേണ്ടത് വെറുതെ അല്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു തപസ്. നമ്മൾ പാൽപ്പായസം പറഞ്ഞ് ഷീട്ടാക്കി എത്രയാച്ചാൽ വാങ്ങിക്കൊണ്ടുപോകണോ? ഈ പാൽപ്പായസം ഉണ്ടാക്കാൻ വേണ്ടി എത്ര നേരത്തെ എണീറ്റ് പാൽപ്പായസം, നെയ്പായസം, ഉണ്ണിയപ്പോൾ, അടയും അവിലും പാലപ്രഥമനും ഇടിച്ചു പിഞ്ഞ പായസവും ഒക്കെ ഉണ്ടാക്കാനായിട്ട് അവിടെ പരിശ്രമിക്കുന്നവര് എത്ര നേരത്തെ എണീറ്റിട്ട് മുങ്ങിക്കുളിച്ച് തയ്യാറാക്കണത്. അത് അവർ ചെയ്യുന്ന ആ ഒരു തപസ്. നമ്മളോട് പണിയെടുക്കാനൊന്നും പറയില്ല. രാവിലെ എണീറ്റ് 3 മണിക്ക് പൂജാമുറിയിൽ പോയി തൊഴാനേ പറയുള്ളൂ. ഭഗവാന്റെ നിർമാല്യ ദർശനം അവനവന് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാം. പഴയൊരു മുഖ്യമന്ത്രി അങ്ങനെ തൊഴുതിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു 2:45 ആകുമ്പോൾ എണീറ്റിട്ട്
3 മണിക്ക് പൂജാമുറിയിൽ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ഒരു ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ ഉണ്ടാവും അത്രേ. അതിന് കൂടെ ആ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ എടുത്തു വെച്ച് ആ 3 മണിക്ക് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ തൊഴുത് വെക്കും. ഞാൻ ഗുരുവായൂർ നിർമ്മാല്യം തൊഴുകയാണ്. എവിടെയായാലും അത് ചെയ്തിരുന്നു എന്ന് കേട്ടിട്ടുണ്ടോ? മനസ്സാണ് വേണ്ടത്. മനസ്സുകൊണ്ട് നമുക്ക് എവിടെ ഇരുന്ന് ഗുരുവായൂരപ്പനെ ഭജിക്കാൻ സാധിക്കും, ആരാധിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഭഗവാനെ അവിടുത്തെ ഭാവത്തെ കുറച്ച് താഴ്ത്തിയും കൊണ്ട് വേറെ ചില പുരാണങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ ശിവപുരാണത്തിൽ ചിലപ്പോൾ വിഷ്ണുവിനെ കുറച്ച് താഴ്ത്തിയും കൊണ്ട് ശിവരെ കുറച്ച് ഉയർത്തിയും കൊണ്ട് പറയുന്നുണ്ട്. എന്ന് വിചാരിച്ച് ഭഗവാന്റെ മഹത്വം കുറയൊന്നുമില്ല പറയുക. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കുറച്ച് പറയണത്? ഇപ്പൊ ശിവപുരാണം പറയുമ്പോൾ അവിടെ ശിവന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, ദേവി പുരാണം പറയുമ്പോൾ അവിടെ ദേവിക്ക് ലേശം പ്രാധാന്യം കൊടുത്തുകൊണ്ട്, എന്ന് വിചാരിച്ച് ഗുരുവായൂരപ്പൻ്റെ പ്രഭാവം അവിടെ കുറയണില്ല എന്ന് പറയുക. അപ്പൊ നമ്മുടെ വീട്ടില് നമ്മുടെ മകന്റെ കല്യാണമാണെന്നുണ്ടെങ്കിൽ അവിടെ നല്ലോണം ഏറ്റവും നല്ല വേഷം ധരിച്ച് അലങ്കരിച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണം ആരാവും? നമ്മളെ മകനാവും അല്ലേ? 2 കൊല്ലം കഴിഞ്ഞ് നമ്മുടെ 2ാമത്തെ മകന്റെ കല്യാണമാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ മകൻ അതുപോലെ അലങ്കരിച്ച് നിൽക്കുക. അല്ല, കഴിഞ്ഞ തവണ വന്നപ്പോൾ ഫോട്ടോഗ്രാഫറൊക്കെ ആ വലിയ മകന്റെ പിന്നാലെയായിരുന്നു. ഇപ്പൊ എന്താ ഫോട്ടോഗ്രാഫർ ഇയാളുടെ പിന്നാലെ പോണത്? ഇപ്പൊ ഇവിടെ ആരുടെ കല്യാണം? ചെറിയ മകന്റെയാണ് കല്യാണം. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണത് ആരെയാ? നീ ആയിട്ട് വലിയ മകൻ മോശക്കാരനായില്ല. വലിയ മകൻ മോശക്കാരനായിട്ടില്ല. അവിടെ ചെറിയ മകന്റെ കല്യാണമാവുമ്പോൾ അവിടെ അദ്ദേഹത്തിന് പ്രാധാന്യം കൊടുത്തു. വലിയ മകന്റെ വിവാഹമാകുമ്പോൾ അവിടെ പ്രാധാന്യം കൊടുത്തു. അപ്പൊ ശിവപുരാണമാവുമ്പോൾ ശിവന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറഞ്ഞു. സ്കന്ദാദി പുരാണങ്ങളിൽ എന്ന് പ്രത്യേകം പറഞ്ഞു. സ്കന്ദപുരാണത്തിൽ സ്കന്ദൻ എന്ന വാക്കിന് സുബ്രഹ്മണ്യൻ എന്ന് മാത്രമല്ല ശിവൻ എന്ന അർത്ഥം കൂടിയുണ്ട് അത്ര. ശിവന്റെ കഥയാണ് അവിടെ കൂടുതലായിട്ട് പറയണത്. സ്കന്ദപുരാണം പുരാണങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും വലിയ പുരാണമാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ശ്ലോകങ്ങളുള്ള പുരാണമാണ്. 81,1000,000 81,100 ശ്ലോകം. 81,100 ശ്ലോകം. ഭാഗവതത്തിൽ അത് തിരിച്ചിട്ട് 81 തിരിച്ചിട്ട് 18,000 ശ്ലോകം ഭാഗവതത്തിലുള്ളത്. അത് 7 ദിവസം കൊണ്ടാണ് വായിച്ച് പൂർത്തിയാകുന്നത്. അത് തിരിച്ചിട്ട് 81,100 ശ്ലോകങ്ങളുണ്ട് സ്കന്ദപുരാണത്തിൽ. 1 മാസം വേണം അത് വായിക്കണമെങ്കിൽ, 30 ദിവസം. ദുർലഭമായിട്ടേ സ്കന്ദപുരാണ പാരായണങ്ങൾ നടക്കാറുള്ളൂ. കാരണം 30 ദിവസം വേണത് വായിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നാട്ടിലൊരു അമ്പലത്തിലെ വായിക്കേണ്ടായിട്ടുണ്ട്. 1 മാസമാണ് എടുത്തത്. സംസ്കൃതം മാത്രമേ ഉള്ളൂ, മലയാളത്തിലില്ല. 1 മാസം 30 ദിവസം പൂർത്തിയായിട്ട് വേണം വായിക്കാൻ. മാത്രം കഥ പറയാൻ സമയമില്ല അതിൽ. ഭാഗവതം നമ്മൾ വേഗത്തിൽ വായിച്ച് കഥയും കൂടി പറയണു. സ്കന്ദപുരാണം വായിക്കാൻ മാത്രം. ശിവന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വലിയ പുരാണമാണ്. പക്ഷെ അവിടെ ശിവനൊക്കെ പ്രാധാന്യം കൊടുക്കാൻ കാരണം അത് ശിവപുരാണം ആവുകൊണ്ടാ. ശിവന്റെ കഥ പറയുമ്പോൾ ശിവനെ ഉയർത്തി കാണിക്കാൻ വേണ്ടി ഭഗവാനെ താഴ്ത്തുന്നതായിട്ട് 2 വേദവ്യാസം എഴുതി തന്നെയാണ്. സ്കന്ദപുരാണമായാലും ശിവപുരാണമായാലും എഴുതിയത് വേദവ്യാസം തന്നെയാണ്. പക്ഷേ വ്യാസൻ അവിടെയുള്ള ആ നായകന് പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി ഭഗവാന്റെ കാര്യം കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ ഭഗവാന് താഴ്മയൊന്നും വരുന്നില്ല. ഭഗവാന്റെ മഹത്വത്തിന് ഒരു കുറവും വരുന്നില്ല എന്ന് പറയണു. ഭഗവാന് ഇതിന് ശിവസ്വരൂപമായിട്ട് ഉള്ളത് അങ്ങ് തന്നെയാണ്, ദേവീസ്വരൂപമായിട്ടുള്ളത് അങ്ങ് തന്നെയാണ് എന്നുള്ളതിന് പരിപൂർണ ഉറപ്പ് പ്രമാണങ്ങള് പുരാണങ്ങളിൽ തന്നെ ഉണ്ട് എന്ന് പറയുക. വൈഷ്ണവാനാം യഥാശംഭു എന്ന് പറയുന്നുണ്ട് ഭാഗവതത്തിന്റെ അവസാനം. വിഷ്ണു ഭക്തന്മാരിൽ ഏറ്റവും ഒന്നാമത് നിൽക്കുന്നയാള് മഹാദേവനാണ്. എന്നാൽ മഹാദേവന്റെ ഭക്തന്മാരിൽ ഒന്നാമതായിട്ടുള്ള ആള് ഭഗവാൻ തന്നെയാണ്. തിരുവനന്തപുരത്ത് പോയിട്ടില്ലേ? ശ്രീപത്മനാഭന്റെ ചിത്രം കണ്ടിട്ടില്ലേ? ഈ മഹാവിഷ്ണു ഇവിടെയല്ലേ ഗുരുവായൂർ നിൽക്കുകയാണ് ഭഗവാൻ. നടന്ന് തൃപ്പൂണിത്തുറത്തുമ്പോഴേക്കും അവിടെ ഇരിക്കുകയാണ്. പൂർണ്ണപ്രവേശനായിട്ട് അവിടെ ഇരിക്കുക. കുറച്ചുകൂടി നടന്ന് തിരുവനന്തപുരത്തുമ്പോഴേക്കും അവിടെ കിടക്കുക ചെയ്യണം. ആ കിടക്കുന്ന ഭഗവാൻ ഒരു കൈ കൊണ്ട് ശിവലിംഗത്തില് പൂളപ്പൂ അർച്ചിച്ചുകൊണ്ടാണ് കിടക്കുന്നത്. ശിവപത്മനാഭന്റെ ചിത്രം നല്ലോണം സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം. മഹാവിഷ്ണു കിടക്കുന്നത് ശിവലിംഗത്തില് പൂക്കൾ അർപ്പിച്ചും കൊണ്ടാണ്. എന്നാൽ കൈലാസത്തില് മഹാദേവൻ ഇരിക്കണതോ രാമ 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 എന്ന നാമം ജപിച്ചുകൊണ്ടാണ്. പരമശിവനോട് ചെയ്തു പാർവതിയോടായി രാമതത്വത്തെ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് രാമരാമ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് പാർവതിയെ കണ്ടാലും രാമനാമം നിർത്തണില്ലാത്രേ. ആ പാർവതിയെ എങ്ങനെയാ വിളിക്കുക? ശ്രീരാമ രാമ രാമേതി ജപിച്ചുകൊണ്ടിരിക്കുകയും. അപ്പോഴാണ് പാർവതി രമേ രാമേ മനോരമേ
അവിടെ ഉമയെന്നല്ല വിളിക്കുക. രാമനാമം ജപിക്കുന്നിടയ്ക്ക് എന്ത് വിളിക്കും? മനോരമേ, എൻ്റെ മനസ്സിനെ രമിപ്പിക്കുന്നവളെ എന്നാണല്ലേ. ഒരു ഭർത്താവിൻ്റെ മനസ്സിനെ രമിപ്പിക്കുക, സന്തോഷിപ്പിക്കുക, അത് ആരാ? അത് ഭാര്യ അല്ലേ. ഭാര്യയിൽ മാത്രമേ രമിക്കാവൂ, മറ്റൊരാൾ രമിക്കരുത്. ആ മനോരമേ, എൻ്റെ മനസ്സിനെ രമിപ്പിക്കുന്ന മനോരമേ വരൂ. പാർവതി വരുമ്പോൾ എന്തിനാ വിളിച്ചത്? സഹസ്രനാമതുല്യം രാമനാമവരാനണേ. അതെ, ഞാൻ ആ രാമനാമം ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി സഹസ്രനാമം ചെല്ലുന്നതിന് തുല്യമാണ് രാമനാമം കേട്ടോ. പാർവതി എന്തിനാ വിളിച്ചത്? രാമനാമത്തിന്റെ മഹത്വം പറഞ്ഞു കൊടുക്കാനായിട്ട്. ഇടയ്ക്ക് പാർവതി എടുക്കാൻ എന്തെങ്കിലും പണി പാർവതി വരൂ എന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞു കൊടുക്കുക? പരമശിവനൊരു പാർവതിയോടായി രാമതത്വത്തെ, രാമന്റെ കഥ, രാമായണം പറഞ്ഞു കൊടുക്കുക ചെയ്യുക. അപ്പോൾ വിഷ്ണുഭക്തനായിട്ടുള്ള മഹാദേവൻ രാമകഥ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ, രാമനാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ശിവഭക്തനായിട്ടുള്ള മഹാവിഷ്ണു ശിവലിംഗത്തിൽ കൂവളപ്പൂ അർച്ചിച്ചുകൊണ്ടാണ് വൈകുണ്ഠത്തിൽ കിടക്കണത്. അപ്പോൾ അതുകൊണ്ട് രണ്ടുപേരിലും ഭേദം കാണേണ്ട ആവശ്യമില്ല ഭഗവാനെ. ഇനി ഇത് ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്? ശങ്കരന്റെ അവതാരമായിട്ടുള്ള ശങ്കരാചാര്യർ പോലും പറഞ്ഞിട്ടില്ലേ ചോദിക്കുക. ശ്രീ ശങ്കരോപി ഭഗവാൻ സകളേഷു താവത് ത്വാമേവ മാനയതിയോ നഹി പക്ഷപാതി ത്വന്നിഷ്ടം ഏവ സഹി നാമസഹസ്രകാദി വ്യാഖ്യാൽ ഭവസ്തുതി പരശ്ച ഗതിം ഗതോന്തേ. ഗുരുവായൂരപ്പ, ശ്രീ ശങ്കരാചാര്യസ്വാമികള് അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ശങ്കരാചാര്യര് ശ്രീ വടക്കനാഥന്റെ അനുഗ്രഹം കൊണ്ടുണ്ടായ മകനാണ്. അച്ഛനായിട്ടുള്ള ശിവഗുരുവും അമ്മയായിട്ടുള്ള ആര്യാമ്പാദേവിയും വടക്കനാഥനെ പ്രാർത്ഥിച്ചിട്ടാണ് എനിക്ക് മക്കളുണ്ടാവണേ, ഒരു സന്താനഭാഗ്യം ഉണ്ടാവണേ എന്ന് പറയുമ്പോൾ രാത്രി മഹാദേവൻ പ്രത്യക്ഷപ്പെടുക. 16 വയസ്സ് വരെ ആയുസ്സുള്ള സർവഗുണസമ്പന്നായ മകൻ വേണോ, ദീർഘായുസ്സുള്ള മന്ദബുദ്ധിയായിട്ടുള്ള മകൻ വേണോ ചോദിക്കുമ്പോൾ എനിക്ക് 16 വയസ്സേ ഉള്ളൂ എന്നുണ്ടെങ്കിലും കേമനായിട്ടുള്ള മകൻ മതി എന്ന് പറയുക. അങ്ങനെയാണ് ശങ്കരാചാര്യസ്വാമികൾ അവതരിക്കുന്നത്. ആ ശങ്കരാചാര്യസ്വാമികളുടെ അവതാരത്തില് ആചാര്യസ്വാമികള് വടക്കനാഥന്റെ അനുഗ്രഹം കൊണ്ട് വളർന്നു വന്ന ശങ്കരാചാര്യര് ഇന്ന് വടക്കനാഥനെ തൊഴണം എന്നുണ്ടെങ്കിൽ ശങ്കരാചാര്യരെ തൊഴുതിട്ട് വേണം പോവാൻ. അല്ലെ, വടക്കനാഥനെ തൊഴണമെന്നുണ്ടെങ്കിൽ ക്രമമുണ്ട്. വെറുതെ അങ്ങോട്ട് പോയിട്ട് തൊഴാൻ പറ്റില്ല. ഇപ്പൊ ഗുരുവായൂരിപ്പോ നമ്മൾ തൊഴാൻ പോവുകയാണ്, ആ വരിയിൽ നല്ല ക്യൂവാ. കുറച്ച് കഴിഞ്ഞിട്ട് വരിയിൽ നിൽക്കാം എന്ന് വിചാരിച്ച് നമുക്ക് പടിഞ്ഞാറൻ നടക്കൂടെ അകത്ത് കയറിയിട്ട് അവിടെ അയ്യപ്പനെയും ഭഗവതിയെയും ഒക്കെ തൊഴുതിന് ശേഷം അവിടെ പ്രസാദമൊക്കെ വാങ്ങിയിട്ട് വേണമെങ്കിൽ വഴിപാട് ചീട്ടാക്കാണ് ഷീട്ടൊക്കെ ആക്കിയിട്ട് അവിടെ AC ഹാളിൽ പോയിട്ട് ഭാഗവത സപ്താഹം നടക്കുന്നതിന് അത് കേൾക്കാം. ഇപ്പുറത്ത് കീഴ്ശാന്തിമാരുടെ ഭജനമുണ്ട്. അവിടെ ഓരോ ദിവസവും കേമന്മാരായിട്ടുള്ള ആളുകളുടെ പ്രഭാഷണം ഉണ്ട്. ഇന്നിപ്പോൾ ഒരു എടനാട് രാജൻ നമ്പ്യാർ ചാക്യാർകൂത്ത് കുലപതിയായിരുന്നു, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണമായിരുന്നു രാവിലെ 7 മണി മുതലുണ്ടായിരുന്നത്. ഓരോ ആചാര്യന്മാരുടെ പ്രഭാഷണം ഓരോ ദിവസവും അവിടെ കീഴ്ശാന്തിമാരുടെ ഭജന രംഗത്ത് അവിടെ ഉണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് ഒരു ഭജനം നടക്കുന്നൊരു അപ്പുറത്ത് AC ഹാളിൽ സപ്താഹം നടക്കുന്നുണ്ടാവും. നാരായണാലയത്തിൽ നാരായണീയവാൻ നടക്കുന്നുണ്ട്. ഇവിടെ നാരായണീയ പാരായണവും പ്രഭാഷണവും നടക്കുന്നുണ്ട്. അവിടെ മേൽപ്പത്തൂർ റോഡിലുള്ള നൃത്ത പരിപാടികളും സംഗീത പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നിന്നതിന് ശേഷം ഏതാണ്ട് ഉച്ചപൂജ കഴിഞ്ഞു കേട്ടോ, ഇനി ക്യൂവിലേക്ക് നിൽക്കാം എന്ന് പറഞ്ഞ് അവസാനം ഗുരുവായൂരപ്പനെ പോയി തൊഴാം. അല്ലേ, വിരോഹമൊന്നുമില്ല. ഈ തിരക്ക് കുറവാണ്. ആദ്യം ഗുരുവായൂരപ്പനെ പോയി തൊഴുക, പിന്നെയാണ് ഉപദേവന്മാരൊക്കെ തോന്നുന്നത്. ഒരു വിരോഹവും ഇല്ല, കുഴപ്പമില്ല. ഇവിടെ വടക്കനാഥനിൽ അങ്ങനെയല്ല, അവിടെ കൃത്യമായ ചിട്ടയുണ്ട്. വടക്കനാഥനെ തൊഴുതു കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ അമ്പലങ്ങളിലും തൊഴുത പുണ്യമാണ്. ആ തൊഴേണ്ട നിയമം മനസ്സിലാക്കിയിട്ട് നെറ്റിലൊക്കെ അടിച്ചാൽ കിട്ടും. വടക്കനാഥനെ തൊഴേണ്ട ക്രമം എന്ന് പറഞ്ഞാൽ വലിയൊരു കീർത്തനം തന്നെയുണ്ട്. മതിലിൻ്റെ പുറത്തുള്ള ശ്രീമൂലസ്ഥാനത്ത് തൊഴുതിട്ട് അകത്ത് കയറണം. അവിടെ തൊഴേണ്ടതായിട്ടുള്ള ക്രമമുണ്ട്. ഓരോ നടക്കിലെത്തുമ്പോൾ നിയമമുണ്ട്. കൊടുങ്ങല്ലൂരമ്മയെ തൊഴാം, ഊരകത്തമ്മയെ തൊഴാം, രാമേശ്വരത്തെ തൊഴാം, ശബരിമലയെ തൊഴാം, ഗുരുവായൂരിനെയും തൊഴാം. വടക്കനാഥൻ്റെ ഒരു നടക്കിൽ നിന്നുകൊണ്ട് അവിടെ കൃത്യമായിട്ട് ആ പാട്ടിൽ പറയുന്നുണ്ട്, ഗുരുവായൂരമ്പലത്തെ വടക്കനാഥൻ്റെ അടുത്ത് നിന്നുകൊണ്ട് തന്നെ തൊഴാന്ന്. അല്ലേ, ആ ഒരു ക്രമത്തിൽ തൊഴുമ്പോൾ ശങ്കരൻ തന്നെ സാന്നിധ്യെ വന്ദിച്ച് ശങ്കരാചാര്യരെ തൊഴുതിട്ട് വേണം വടക്കനാഥനെ തൊഴാനായിട്ട് പോവാൻ. ഈ വടക്കനാഥനെ ഭരിച്ചുണ്ടായ കുട്ടിയാണ് ശങ്കരാചാര്യര്. അപ്പൊ അത്രയും ഉയർന്ന അവസ്ഥയിലേക്ക് ശങ്കരാചാര്യരെ ഉയർത്തിയ ആ ശങ്കരന്റെ അവതാരമാണ് ശങ്കരാചാര്യര്. ആ ശ്രീശങ്കരാചാര്യര് പോലും ഭഗവാൻ ഒന്നേ ഉള്ളൂ, മഹാവിഷ്ണുവായിട്ടും മഹാദേവനായിട്ടും ആരാധിക്കുന്നത് ഒരേ ഈശ്വരനെയാണ് എന്ന അദ്വൈത തത്വത്തെ സ്ഥാപിച്ചയാളാണ് അദ്ദേഹം. തൻ്റെ വ്യാഖ്യാനങ്ങളിൽ ശിവസഹസ്രനാമം വ്യാഖ്യാനിച്ചിട്ടില്ല അദ്ദേഹം. ശങ്കരാചാര്യർ വ്യാഖ്യാനം എഴുതിയത് വിഷ്ണു സഹസ്രനാമത്തിനാണ് എന്ന് പറയുക.
ശ്രീ ശങ്കരോപി ഭഗവാൻ സകലേഷു താവൽ ത്വാമേവ മാനേതിയോ നഹി പക്ഷപാതി. അദ്ദേഹത്തിനും ഒരു പക്ഷഭേദം ഉണ്ടായിട്ടില്ല. വിഷ്ണു വേറെ ശിവൻ വേറെ എന്നുള്ള ഭേദം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. അദ്ദേഹം ശിവന്റെ അനുഗ്രഹം കൊണ്ടുണ്ടായ ആളാണെങ്കിലും ശങ്കരൻ എന്ന പേരെന്നുണ്ടെങ്കിലും ശങ്കരനെയും നാരായണനെയും വേറെ വേറെ കണ്ടിട്ടില്ല. വടക്കനാഥനില് ഒരു ശ്രീകോവിലില് ആ വടക്കനാഥൻ ശിവനും അപ്പുറത്ത് ശ്രീരാമനുമാണ്. രണ്ടുപേരെയും കൂടി ചേർത്ത് നടുക്ക് ശങ്കരനാരായണനായിട്ട് നിശ്ചയിച്ചത് ശങ്കരാചാര്യരാണെന്ന് പറയാറുണ്ട്. രണ്ടുപേരും ഒന്ന് തന്നെയാണ്. ത്വന്നിഷ്ടമേവ സഹി നാമസഹസ്രകാദി. സഹസ്രനാമാദികൾക്ക് വ്യാഖ്യാനം എഴുതതിൽ വിഷ്ണു സഹസ്രനാമത്തിനാണ് ശങ്കരാചാര്യർ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഭഗവാനെ ആ ആചാര്യസ്വാമികള് തന്റെ അമ്മയ്ക്ക് എപ്പോ കാണണമെന്ന് പറഞ്ഞാലും മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടോളാന്ന് പറഞ്ഞു. അമ്മയുടെ മരണസമയത്ത് അമ്മ ആഗ്രഹിച്ചപ്പോ കാശിയിലായിരുന്നു. കാശിയിൽ നിന്ന് ആകാശമാർഗത്തിൽ പോവുണ്ടായി, ഗുരുവായൂർ വരുണ്ടായി അദ്ദേഹം. ഇന്ന് ഗുരുവായൂർ നടക്കുന്ന പൂജാകാര്യങ്ങളൊക്കെ ശങ്കരാചാര്യർ നിശ്ചയിച്ചതാണ്. കേരളത്തിൽ ജനിച്ച ശങ്കരാചാര്യർ അല്ലേ? കേരളത്തിലെ ആളുകൾക്ക് ശങ്കരാചാര്യരെ കുറിച്ച് അറിയില്ല പലർക്കും. ശങ്കരാചാര്യ ജനിച്ചതായിട്ടുള്ള കാലടിയില് കൊണ്ട് തന്നെയാണ്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അവിടെ ഒരു സപ്താഹമൊക്കെ നടത്താൻ പറ്റുന്ന അവസരം ഉണ്ടായിട്ടുണ്ട്. കാലടിയിൽ ഇതൊരു ധന്യമായിട്ട് ആ അമ്മയ്ക്ക് ഭഗവാൻ വിഷ്ണുവിനെയും ശിവനെയും കാണിച്ചു കൊടുത്ത ആ ഒരു സ്ഥലം അവിടെ ഉണ്ട്. ഇന്നും ഭാരതത്തിന്റെ 4 മഠങ്ങളിൽ ഉത്തരേന്ത്യയിൽ ചെന്നു കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചോദിക്കും ശങ്കരാചാര്യരുടെ നാട്ടിൽ നിന്നല്ലേ, ശങ്കരാചാര്യരുടെ നാട്ടിൽ നിന്നല്ലേ എന്നാ ചോദിക്കുക. കാരണം കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരേന്ത്യക്കാർക്ക് ശങ്കരാചാര്യസ്വാമികളാണ് അറിയുക. കേരളീയർക്ക് മാത്രമേ ഉള്ളൂ ശങ്കര ജയന്തിക്ക് അവധിയില്ലാത്ത ഒരേ ഒരു സംസ്ഥാനം കേരള. ശങ്കരാചാര്യരുടെ ജയന്തി തമിഴ് ബ്രാഹ്മണരൊക്കെ വളരെ കേമായിട്ട് ആരാധിക്കുന്നത് കാണാം അല്ലേ? കേരളത്തിലെ ആളുകൾ മാത്രം ഒന്നും ആരാധിക്കാറില്ല ശങ്കരാചാര്യരുടെ ജയന്തി. അദ്ദേഹം ചെയ്തതായിട്ടുള്ള കാര്യങ്ങൾ 16 വയസ്സ് വരെ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. ഈ 16 വയസ്സ് പോരാ അദ്ദേഹത്തിന് ആയുസ് എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷാൽ വേദവ്യാസ മഹർഷി പ്രത്യക്ഷപ്പെട്ട് ഒരു 16 വയസ്സ് കൂടി ആയുസ് നീട്ടിക്കൊടുക്കുക ചെയ്യണത്. കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞിട്ട് ഗുരുവായൂർ വഴിക്ക് പോകുമ്പോൾ ആദ്യം അദ്ദേഹത്തിന് ഈ ക്ഷേത്രാചാരങ്ങളെയൊന്നും ആരാധനകളെയൊന്നും വലിയ ചിന്തയുണ്ടായിരുന്നില്ല. ഇതൊക്കെ എന്തോ ഗോഷ്ഠി കാണിക്കുക എന്നായിരുന്നു. അങ്ങനെ ചിന്തയിൽ ഗുരുവായൂരമ്പലത്തിന് മുകളിൽ കൂടെ പോകുമ്പോഴാണ് ശങ്കരാചാര്യരുടെ ആകാശഗമന ശക്തി ക്ഷയിച്ച് അവിടെ താഴെ വീണത്. അവിടെ താഴെ വീണ് അദ്ദേഹം അവിടുന്ന് ബോധം വന്ന് നോക്കുന്ന സമയത്ത് ആ ശാന്തി എടുത്തുകൊണ്ടിരിക്കുന്ന ഭഗവാന്റെ തടമ്പാ കാണുന്നത്. ഭഗവാനെ തൊഴുത് നമസ്കരിച്ചു. ഇന്നും വൈകുന്നേരം ശിവവേലിക്ക് ആ ശങ്കരാചാര്യ പരിചിതമായിട്ടുള്ള ആ ഒരു സ്ഥലത്തെത്തുമ്പോൾ എഴുന്നള്ളിപ്പ് നിർത്തി അവിടെ വെച്ച് ചെറിയൊരു കേളിയുണ്ട്. ആ സ്ഥലം കണ്ടിട്ടുണ്ടോ? കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? കുട്ടികളെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയൂ കൊണ്ടേ കാണിച്ചു തരുമോ? അവിടെ വടക്കേ ഭാഗത്ത് തൂണിന്റെ മുകളിൽ അനവധി ശില്പങ്ങളുണ്ടല്ലോ ഭക്തന്മാരുടെ. അതിൽ ശങ്കരാചാര്യരുടെ ആ ശില്പമുള്ള തൂണ് നോക്കുക. ആ തൂണിന്റെ അടുത്ത് പ്രദക്ഷിണ വരിയിൽ മുകളിൽ നോക്കിയാൽ അവിടെ വാർപ്പ് പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? മുഴുവൻ വാർപ്പ് നടപ്പതിലുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ശങ്കരാചാര്യ പതിച്ചതായിട്ടുള്ള ആ ഒരു സ്ഥലത്ത് അവിടെ വാർപ്പ് പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ താഴെ പ്രദക്ഷിണ വരിയിൽ ഒരു ചതുരം 2 ചതുരം വരച്ചു വെച്ചിട്ടുണ്ട്. ശങ്കരാചാര്യ പതിച്ചതായിട്ടുള്ള ആ ഒരു സ്ഥലം. അന്നാചാര്യസ്വാമികൾക്ക് ഉറപ്പിച്ചു എന്താ? ശിവനായിട്ടും വിഷ്ണുവായിട്ടും ഉള്ള ആരാധനയും ഗുരുവായൂർ നടക്കുന്ന ഭഗവാന്റെ ആ ആരാധനാക്രമങ്ങളും അതൊക്കെ അദ്ദേഹം തന്നെയാണ് പരിഷ്കരിച്ച് നിശ്ചയിച്ച് ഇന്ന് കാണുന്ന ഈ ഒരു ആരാധനാ രീതി ഉണ്ടാക്കിയത് ശങ്കരാചാര്യരാണ്. കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും ആരാധനാ സമ്പ്രദായം ഉണ്ടാക്കിയത് ഭരണകർത്താക്കൾ ഞങ്ങളാണ് ഭരിക്കുന്നവർ എന്നൊക്കെ പറയുന്നേ ഉള്ളൂ. അവർക്ക് ഭരിക്കാനേ അധികാരമുള്ളൂ. അവർക്ക് നടത്തിക്കൊണ്ട് പോണ കാര്യങ്ങൾ മുടക്കം കൂടാണ്ട് നടത്തുക എന്നുള്ളതേ ഉള്ളൂ. അതെങ്ങനെ നടത്തണമെന്ന് നിശ്ചയിച്ചത് ശങ്കരാചാര്യർ നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്ന സമയത്ത് നട തുറക്കണം, ഇന്ന പൂജകൾ വേണം, ഇന്ന നിവേദ്യങ്ങൾ വേണം. ആ ഒരു ക്രമങ്ങൾ ഓരോ ദിവസത്തെ വരവ് ചെലവ് കണക്കൊക്കെ ഗുരുവായൂരപ്പൻ നടയിൽ ചെന്ന് ഭഗവാനെ വായിച്ച് കേൾപ്പിക്കണം എന്നൊക്കെയുള്ള നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ശങ്കരാചാര്യസ്വാമികള് തൻ്റെ ഇല്ലത്തെത്തി അമ്മയ്ക്ക് ദർശനം കൊടുത്തു. എന്താ ആഗ്രഹം ഉണ്ടെങ്കിലും പറഞ്ഞോളൂ പറഞ്ഞപ്പോ ശങ്കരനെ പ്രാർത്ഥിച്ചിട്ടാണ് നീ ഉണ്ടായത്, എനിക്ക് ആ ശങ്കരനെ ഒന്ന് കാണണമെന്നുണ്ട്. ശിവഭുജംഗം ചൊല്ലിയപ്പോ ആ അമ്മയുടെ മുമ്പിൽ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു. പെട്ടെന്ന് തന്നെ അദ്ദേഹം തൻ്റെ ആ ഭുജംഗം മാറ്റി നേരെ വിഷ്ണു ഭുജംഗാക്കി മാറ്റി.
ശിവഭുജംഗം ചൊല്ലിയപ്പോൾ ശിവൻ പ്രത്യക്ഷപ്പെട്ടു. പെട്ടെന്നത് വിഷ്ണുഭുജംഗത്തിലേക്ക് മാറ്റിയപ്പോഴേക്കും ആ ശിവൻ മാറി, മമ്മിയൂരപ്പൻ മാറി, ഗുരുവായൂരപ്പനായിട്ട് മാറി. അപ്പൊ അമ്മ ചോദിക്കുക, മഹാദേവനെ കാണണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ, മഹാവിഷ്ണുവിനെ കാണിച്ചു തന്നു. രണ്ടും ഒന്നാണ് അമ്മേ, ഒന്നിന്റെ തന്നെ വിഭിന്നങ്ങളായിട്ടുള്ള രൂപങ്ങളാണ്. തത്വം ഒന്ന് തന്നെയാണ്. ഒരേ സ്വർണം തന്നെ മാലയായിട്ടും കമ്മലായിട്ടും മോതിരമായിട്ടും അരഞ്ഞാണമായിട്ടും പാദസരമായിട്ടും നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ സ്വർണത്തിന് മാറ്റമൊന്നുമില്ല. ഏത് കൊണ്ട് കൊടുത്താലും സ്വർണത്തിന്റെ ആ തൂക്കം ഒരുപോലെയാണ്. ഒരു പവന്റെ പാദസരാണെങ്കിലും ഒരു പവന്റെ മോതിരാണെങ്കിലും അതിന്റെ സ്വർണത്തിന്റെ വില ഒന്ന് തന്നെയാ. പിന്നെ എന്തിനു വ്യത്യാസം ഉണ്ടാവുള്ളൂ? പണിക്കൂലിയിൽ വ്യത്യാസം ഉണ്ടാവും അല്ലേ? മോതിരം പണിയ പണിക്കൂലി ആവില്ല, പാദസരത്തിന് ആ പണിക്കൂലി ആവില്ല, കമ്മലിന് വ്യത്യാസം ഉണ്ടാവും. സ്വർണത്തിന്റെ വില മോതിരത്തിലുള്ള ഒരു പവനും മാലയിലുള്ള ഒരു പവനും ഒരേ വിലയേ വരുള്ളൂ, അതിൽ മാറ്റം വരില്ല. ഇതുപോലെ ഭഗവാൻ രൂപത്തിലേ മാറ്റമുള്ളൂ, ഭാവത്തിലേ മാറ്റമുള്ളൂ. അകത്തിരിക്കുന്ന ചൈതന്യം ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞ് വിഷ്ണു സഹസ്രനാമത്തിനാണ് വ്യാഖ്യാനം എഴുതിയിട്ടുള്ളത്. മാത്രമല്ല ശങ്കരാചാര്യര് കുറെ പ്രായമായിട്ട് വ്യാകരണം പഠിക്കുന്നവരോട് എന്താ പറഞ്ഞത്? ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതിതു വൃങ്കരണേ. ഗോവിന്ദനെ ഭജിക്കൂ എന്നാണ് പറഞ്ഞത്, ശിവായ ജപിക്കൂ എന്നല്ല പറഞ്ഞത്, ശിവനെ ഭജിക്കൂ എന്നല്ല പറഞ്ഞത്, ഭജ ഗോവിന്ദം എന്നാ പറഞ്ഞത്. ഗുരുവായൂരപ്പ ശങ്കരാചാര്യ സ്വാമികളും അവിടുത്തെ മഹത്വത്തെ പൂർണ്ണമായി മനസ്സിലാക്കി ശങ്കരാചാര്യർ ഭാഗവത്തിന് വ്യാഖ്യാനം എഴുതാൻ തുടങ്ങിയത്രേ. ബദരിയിൽ വെച്ചിട്ട് ജോഷിമഠം എന്നൊരു സ്ഥലമുണ്ട്, ജ്യോതിർമഠം. ബദരി അഹലിക്ക് പോകുമ്പോൾ ഈ ഓണം വെക്കേഷനപ്പോൾ അവിടെ ഇരുന്നു, 10 ദിവസം ഉത്തരേന്ത്യയിലായിരുന്നു. അവിടെ ഒരു ജോഷിമഠത്തിലെത്തുമ്പോൾ അവിടെ ശങ്കരാചാര്യ സ്വാമികൾ അവിടെ വെച്ചിട്ട് ഭാഗവത്തിന് വ്യാഖ്യാനം എഴുതാൻ നോക്കിയപ്പോൾ നരസിംഹമൂർത്തി പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു അത്രേ അങ്ങ് എഴുതണ്ടെന്ന്. ശങ്കരാചാര്യ സ്വാമികളോട് എഴുതണ്ട പറഞ്ഞു അത്രേ. വ്യാസം വേത്തി ശുഗം വേത്തി പരീക്ഷിത് വേത്തി വാനവ ശ്രീധരം സകലം വേത്തി ശ്രീ നരസിംഹ പ്രസാദയേൽ. നരസിംഹമൂർത്തി പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു വ്യാസൻ വേണ്ട പോലെ പറഞ്ഞിട്ടുണ്ട്. വ്യാസന് മനസ്സിലായിട്ടുണ്ട് ഭാഗവതം, ശ്രീശുകന് മനസ്സിലായിട്ടുണ്ട്, പരീക്ഷത്തിന് മനസ്സിലായിട്ടുണ്ടാവും. കാരണം പരീക്ഷത്ത് മനസ്സിലായി എന്ന് പറയാൻ അദ്ദേഹം ജീവിച്ചിരിക്കണില്ല. ഭാഗവതം കേട്ട് കഴിഞ്ഞപ്പോഴേക്കന്നെ അദ്ദേഹത്തിന് മുക്തി കിട്ടി. ശ്രീധരം സകലം വേത്തി, ശ്രീധരാചാര്യസ്വാമികള് പരിപൂർണമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഭാഗവതം. അദ്ദേഹം വ്യാഖ്യാനിച്ചു വെച്ചിട്ടുണ്ട് ശ്രീധരീയം എന്ന് പറഞ്ഞിട്ട്. അതിനപ്പുറത്തേക്ക് ഭാഗവത്തെ വ്യാഖ്യാനിക്കാൻ ആർക്കും പറ്റില്ല. ശ്രീ നരസിംഹപ്രസാദയേൽ, നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം കൊണ്ടാണ് ശ്രീധരാചാര്യ സ്വാമികൾ ആ ഭാഗവത്തെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ എഴുതാൻ പുറപ്പെടണ്ടെന്ന് പറഞ്ഞു അത്രേ. അതുകൊണ്ട് ശങ്കരാചാര്യ സ്വാമികൾ ഭാഗവത്തിന് ഭാഷ എഴുതിയിട്ടില്ല, സഹസ്രനാമത്തിനും ബ്രഹ്മസൂത്രത്തിനൊക്കെ ഭാഷ എഴുതിയിട്ടുള്ളൂ. അപ്പൊ ശങ്കരാചാര്യ സ്വാമികളും ഭഗവാന്റെ നാമത്തിന് അല്ലെ, സഹസ്രനാമത്തിന്, വേദങ്ങൾക്കല്ല അദ്ദേഹം വ്യാഖ്യാനം എഴുതിയിട്ടുള്ള, നാമത്തിനാണ്. ഗുരുവായൂരപ്പന്റെ സഹസ്രനാമത്തിനാണ് വ്യാഖ്യാനം എഴുതിയിട്ടുള്ളത്. ആ ശങ്കരാചാര്യ സ്വാമികൾ തുടങ്ങിയവരും ഗുരുവായൂരപ്പ അവിടുത്തെ മഹത്വം തന്നെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. മൂർത്തിത്രയാധികമുവാച ച മന്ത്രശാസ്ത്രസ്യാദൗ കളായ സുഷമം സകലേശ്വരം ത്വാം ധ്യാനം ച നിഷ്കളമസോ പ്രണവേ ഖലു ത്വാമേവ തത്ര സകളം ജഗദാതനാന്യം. ഈ ആചാര്യസ്വാമികള് സകലേശ്വരനായിട്ട്, സകല ഈശ്വരന്മാർക്കും ഈശ്വരനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഭഗവാനെ അവിടത്തെയാണ്. എല്ലാത്തിൻ്റെയും വിത്തായിട്ട് പറഞ്ഞിട്ടുള്ളത് ഗുരുവായൂരപ്പ അവിടത്തെയാണ്. അവിടുത്തെ ഉള്ളിൽ നിന്നാണ് ആ താമരയുണ്ടായതും, താമരയിൽ നിന്ന് ബ്രഹ്മാവുണ്ടായതും, ബ്രഹ്മാവിൻ്റെ ആ നേത്രാഗ്നിയിൽ നിന്ന്, ബ്രഹ്മാവിൻ്റെ ക്രോധാഗ്നിയിൽ നിന്ന് രുദ്രനുണ്ടായതും. എല്ലാത്തിൻ്റെയും മൂലം ഗുരുവായൂരപ്പനാണ് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ആ പ്രണവ ഓങ്കാര രൂപം മൂന്നായിട്ട് പിരിയുമ്പോൾ ആദ്യം വിഷ്ണുരൂപം തന്നെയാണ്. സമസ്തസാരേച പുരാണ സംഗ്രഹേ ഈ സംശയം ത്വൻ മഹിമൈവ വർണ്യത്തെ ത്രിമൂർത്തിയുക്തസ്യ പദത്രിഭാഗ പരമ്പദം തേ കഥിതം ന ശൂലിന. ഗുരുവായൂരപ്പ ന ശൂലിന അല്ലേ, ശൂലത്തെ പിടിച്ചെഴുതുന്ന ആള് ആരാ? മഹാദേവൻ. ആ മഹാദേവനല്ല എന്ന് പറയുക. മമ്മിയൂരപ്പനെ അങ്ങോട്ട് നോക്കുന്നുണ്ട് പട്ടേരിപ്പാട് അവിടേക്കും. മമ്മിയൂരപ്പ അങ്ങനെ ചിന്തിച്ച് പറയല്ല കേട്ടോ. ദേവന്മാരിൽ വെച്ചിട്ട് ആ മഹാദേവൻ ആള് കേവൻ തന്നെയാണ്.
ഇവിടെ മഹാദേവനും മഹാവിഷ്ണുവും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. അതിൽ സ്ഥാപിക്കേണ്ടതായിട്ടുള്ള രൂപം, അവസാനം എത്തിച്ചേരേണ്ടതായിട്ടുള്ള രൂപം ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപമാണ്. ഓരോരുത്തരും പല പല കേന്ദ്രങ്ങളിൽ പോയി ഈശ്വര ആരാധന ചെയ്ത് ഗംഗോത്രിയിലും യമുനോത്രിയിലും മഹാദേവന്റെ ധാമമായിട്ടുള്ള കേദാർനാഥിലും പോയിട്ട് അവസാനം എത്തിച്ചേരേണ്ട സ്ഥലമാണ് ബദരീനാഥം, മഹാവിഷ്ണുവിന്റെ ധാമം. മുചുകുന്ദനെ പറഞ്ഞയച്ചത്, ഉദ്ധവരെ പറഞ്ഞയച്ചത്, രവതിയുടെ അച്ഛനായിട്ടുള്ള സഗുഗ്നിയെ പറഞ്ഞയച്ചത് ബദരിയിലേക്കാണ്. ഓരോരുത്തരെയും ബദരീനാഥത്തിൽ ചെന്ന്, എൻ്റെ ആശ്രമത്തിൽ ചെന്ന് എന്നെ ആരാധിച്ചോളൂ. ഈക്ഷയ അളകനന്ദായ, അളകനന്ദയിൽ കുളിക്കാൻ പറ്റിയില്ലെങ്കിലും അളകനന്ദയെ കണ്ടുകൊണ്ട് എന്നെ ധ്യാനിച്ചിരുന്നോളൂ എന്ന് പറഞ്ഞ് ഭഗവാന്റെ ധാമത്തിലേക്ക് ശങ്കരാചാര്യസ്വാമികളും ആ ഭഗവാന്റെ ധാമത്തിലേക്ക് പോയ ആളാണ്. ഭഗവാനെ മഹാവിഷ്ണുവിൻ്റെ ആ ഒരു ചൈതന്യത്തെ എല്ലാ പുരാണങ്ങളും ഉദാഹരിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ സർവവേദാന്തസാരം ഹി ശ്രീ ഭാഗവതമിഷ്യതേ, എല്ലാ പുരാണങ്ങളിലും വെച്ചിട്ട് ശ്രേഷ്ഠമായിട്ടുള്ള ഭാഗവതം അങ്ങ് തന്നെയല്ലേ ചോദിക്കുക, അങ്ങയുടെ കഥയല്ല അല്ലേ? ഭാഗവതം ഭഗവാന്റെ കഥയല്ല. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ, കൃഷ്ണകഥ എന്നല്ല, ഭഗവാൻ പ്രത്യക്ഷനായതുപോലെയാണ് ആ ഭാഗവതം. വേദവ്യാസരും അതുപോലെ മറ്റ് പുരാണങ്ങളിലും ഒക്കെ പറഞ്ഞിരിക്കുന്നത് രുദ്രനെ അല്ല, ഭഗവാൻ മഹാവിഷ്ണുവിനെ തന്നെയാണ് എന്ന് പറയുക. യത് ബ്രാഹ്മകൽപ്പൈഹ ഭാഗവത ദ്വിതീയ സ്കന്ധോദിതം വപുരണാവൃതമീശധാത്രേ തസ്യൈവ നാമ ഹരിശർവമുഖം ജഗാത ശ്രീമാധവ ശിവപരോപി പുരാണസാരേ. മാധവാചാര്യർ എന്നൊരാചാര്യനുണ്ടായിരുന്നു. ആ മാധവാചാര്യര് പുരാണസാരം എന്ന ഗ്രന്ഥത്തിൽ, സർവപുരാണങ്ങളുടെയും സാരം എന്ന ഗ്രന്ഥത്തിൽ അവിടെയും പറഞ്ഞിരിക്കുന്നത് ആ ശിവൻ എന്ന ഒരു പേര് അതും ശ്രീകൃഷ്ണ ഭഗവാന്റെ പേര് തന്നെയാണ്. മംഗളത്തെ പ്രദാനം ചെയ്യുന്ന ഭഗവാന്റെ പേര് ആ ഭാഗവതം 2-ാം സ്കന്ധത്തില് അല്ലേ, ഭാഗവത ഇഹ ഭാഗവത ദ്വിതീയ സ്കന്ധോദിതം തന്നെയാണ് പട്ടേരിപ്പാട് പറഞ്ഞത്. ഭാഗവതം 2-ാം സ്കന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ ഒരു വിരാട് സ്വരൂപമുണ്ട്. 6-ാം അധ്യായത്തില് പറഞ്ഞ ഒരു വിരാട് സ്വരൂപം, ബ്രഹ്മനാരദ സംവാദത്തില് ആ ഒരു സ്വരൂപം ഗുരുവായൂരപ്പ അങ്ങയുടെ സ്വരൂപം തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. ഓരോന്നും അവിടെ സത്യം പരം ധീമഹി എന്ന് പറഞ്ഞ ഭാഗവതം ഇതാണ് സത്യം, ഇതാണ് പരം, ധ്യാനിച്ചോളൂ. ഈ ഗുരുവായൂരപ്പനാണ് സത്യം, ഈ ഗുരുവായൂരപ്പനാണ് പരമമായിട്ടുള്ള സത്യം, ധ്യാനിച്ചോളൂ, എപ്പോഴും ധ്യാനിച്ചോളൂ. സദാസേവ്യ സദാസേവ്യ ശ്രീമൽ ഭാഗവതീ കഥ, സദാ സേവിച്ചു കൊണ്ടിരുന്നോളൂ ഭഗവാന്റെ കഥകളെ എന്ന് പറയുന്നു. യേ സ്വപ്രകൃത്യനുഗുണാ ഗിരിശം ഭജന്തേ യേഷാം ഫലം ഹി ദൃഢജൈവ തദീയ ഭക്തിയാ വ്യാസോഹിതേന കൃതവാനധികാരി ഭേദോ സ്കന്ധാദികേഷു തവഹാനിവചോർത്ഥവാദൈ. ഭഗവാനെ ഓരോരുത്തര് അവരവരുടെ വാസനയ്ക്കനുസരിച്ച്, ചെറുപ്പകാലത്തുള്ള ശീലങ്ങൾക്കനുസരിച്ചോ കുട്ടിക്കാലത്ത് നമ്മുടെ കാരണവന്മാര് അച്ഛനും മുത്തശ്ശൻ തുടങ്ങിയ ആൾക്കാരൊക്കെ പറഞ്ഞു തന്നതായിട്ടുള്ള രീതി അനുസരിച്ചോ ഓരോരോ രീതിയിൽ ഈശ്വരനെ ആരാധിക്കണോ. അവർക്ക് ശിവഭക്തി ഉറച്ചു വെച്ചാൽ ഉറച്ചോട്ടെ, ഒരു വിരോധവുമില്ല. അവർ ശിവനിലൂടെ ആരാധിച്ചോട്ടെ, ഭഗവതി ആരാധിച്ചു വന്നവർ ഭഗവതിയിലൂടെ ആരാധിച്ചു വന്നോട്ടെ. ഏത് ദേവനെയാണോ ആരാധിച്ചു വന്നത് അതേ ദേവനെ ആരാധന തുറന്നു പോയിക്കോട്ടെ. അവരും എത്തിച്ചേരുന്നത് ഭഗവാനെ, അവരും എത്തിച്ചേരുന്ന സമസ്ത പദം ശിവപദം എന്ന പദം ഉണ്ടല്ലോ, അതെവിടെയാ? ഗുരുവായൂരപ്പന്റെ പാദം തന്നെയാണ്. അവിടെ സ്കന്ധാദി പുരാണങ്ങളിലൊക്കെ അർത്ഥവാദങ്ങൾക്ക് വേണ്ടിയിട്ട് ആ കൈലാസം ശിവന്റെ ഭാവം രൂപം എന്ന് പറഞ്ഞു എന്നുണ്ടെങ്കിലും ഗുരുവായൂരപ്പ അത് അങ്ങിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല എന്ന് പറയാം. ഭൂതാർത്ഥ കീർത്തിരനുവാദ വിരുദ്ധവാദോ ത്രേധാർത്ഥവാദഗതയഖലു രോചനാർത്ഥ സ്കന്ധാദികേഷു ബഹവോസ്ത്ര വിരുദ്ധവാദ താമസത്വ പരിഭൃത്യോപശിക്ഷണാദ്യ. ചിലപ്പോ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി വിപരീതവാദങ്ങൾ പറയൂത്രേ അല്ലേ. ഇപ്പോ നിങ്ങളുടെ കുട്ടി എങ്ങനെ പരീക്ഷയ്ക്ക് അവനൊക്കെ നന്നായിട്ട് പഠിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. എന്താ? നല്ലോണം പഠിക്കൂ കേട്ടോ എന്ന് പറഞ്ഞാലും അവന്റെ പഠനമൊക്കെ കേമാ എന്ന് പറഞ്ഞാൽ അർത്ഥം അവിടെ പഠിക്കണില്ല എന്നുള്ളതാണ് അല്ലേ. പറയണത് എന്താ അല്ലേ? രാവിലെ ഗുരുവായൂരപ്പനെ വന്ന് അവന്റെ ഒക്കെ തൊഴിൽ കേമാ രാവിലെ വന്നിട്ട്
രാവിലെ തൊഴിലില്ല എന്നാണ് അർത്ഥം. ഇല്ല എന്നല്ല പറഞ്ഞത്, ഉണ്ട് എന്ന് പറയുക. പക്ഷെ പറയുന്ന രീതിക്കനുസരിച്ച് വിപരീതം. അവന്റെ നാമജപമൊന്നും പറയാണ്ടിരിക്കുക ഭേദം കേട്ടോ. എന്താ അതിന്റെ അർത്ഥം? പറഞ്ഞാൽ തീരാത്തത്ര നാമം ജപിക്കുന്നുണ്ട് എന്നാണോ? ഇല്ല, ജപിക്കണില്ല എന്നാണ്. വിപരീത രീതിയിൽ പറഞ്ഞു കൊടുക്കുക. ആ പോണ ആളെങ്ങനെയാ? നല്ല മനുഷ്യനാട്ടോ. എൻ്റെ കൂട്ടുകാർ നല്ല ആളെ എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ആ നല്ല ആളെ കിട്ടിയിട്ടുള്ളത് എന്ന് പറയുന്നത് ആള് നല്ല ആളാണെന്നാണോ? അല്ല, അയാളത്ര നല്ല ആളല്ല എന്ന്. പക്ഷെ പറയണതോ നല്ല ആളാണ്. പട്ടേരി പറഞ്ഞു വിരുദ്ധഭാവത്തില് പറയുക. ഒന്നിനെ കേമാക്കാൻ വേണ്ടി മറ്റതിനെ ഒന്ന് താത്തുന്നതായിട്ട് തോന്നുകയുള്ളൂ. അവിടെ ഒരാളെ താഴ്ത്തുമൊന്നുമല്ല. ഭഗവാനെ ഭജിച്ചാൽ എന്തൊക്കെയാ നമുക്ക് ഉണ്ടാവില്ലേ? ചില ആചാര്യന്മാർ പറയണ്ടേ, ഗുരുവായൂരപ്പന്റെ കഥകളെ കുറിച്ചൊന്നും പറയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പറഞ്ഞാലും അതങ്ങോട്ട് തീരില്ല. ഭഗവാന്റെ മഹത്വം എത്ര പറഞ്ഞു കഴിഞ്ഞാലും തീരില്ല. ആരെക്കൊണ്ട് പറഞ്ഞു മുഴുപ്പിക്കാൻ സാധിക്കില്ല. പിന്നെ എന്ത് ചെയ്യുക? അവനവനെ കൊണ്ട് കഴിയുന്നത് പോലെ എന്തെങ്കിലും ഉള്ള സമയത്തിനനുസരിച്ച് ഗുരുനാഥന്മാർ പറഞ്ഞു തന്ന കാര്യങ്ങളെ, മനസ്സിലാക്കിയ കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുക. പൂർണ്ണാവണില്ലേ ഒരിക്കലും. അപ്പോൾ വിരുദ്ധവാദങ്ങളിലൂടെ കാര്യത്തെ സൂചിപ്പിക്കുക. ഇതുപോലെ മറ്റു പുരാണങ്ങളിൽ മറ്റു ദേവന്മാരുടെ മഹാത്മ്യം വർണ്ണിച്ചുകൊണ്ട് ഇതിനേക്കാളൊക്കെ കേമം തന്നെയാണ് ഗുരുവായൂരപ്പൻ. ഏത് ദേവ ആരാധനയിലൂടെയും എത്തുന്ന ഉയർന്ന സ്ഥാനം ഗുരുവായൂരപ്പന്റെ പദം തന്നെയാണ് എന്ന് മറ്റു പുരാണങ്ങളെ അപേക്ഷിച്ച് ഭാഗവതത്തില്, കൃഷ്ണകഥകളില് കൂടുതൽ ഉറയ്ക്കണം. ഞാൻ ഈ ഗുരുവായൂരപ്പന്റെ വായിൽമാടത്തിലിരുന്നു കൊണ്ടാണ് ഈ കഥകളൊക്കെ പറയണത്. ഇതൊന്നും ഞാൻ എൻ്റെ അറിവ് വെച്ച് പറയുകയല്ല കേട്ടോ. എനിക്കൊന്നും അറിയില്ല എന്ന് പറയുക പട്ടേരിപ്പാട്. യൽ കിഞ്ചിദപ്യവിദുഷാഭിഭോമയോക്തം തന്മന്ത്രശാസ്ത്രവചനാദ്യഭിദൃഷ്ടമേവ വ്യാസോക്തി സാരമയ ഭാഗവതോപഗീത ക്ലേശാൻ വിധൂയ ഒരു ഭക്തിപരം പരാത്മൻ. ഹേ ഗുരുവായൂരപ്പ, ഞാൻ അവിദുഷനാണ്. അങ്ങയെക്കുറിച്ച് കുറച്ചു പോലും എനിക്ക് അറിയില്ല. ഒരു കിഞ്ചിൽ കുറച്ചു പോലും എനിക്ക് അങ്ങയെക്കുറിച്ച് അറിയില്ല. അവസാന ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ അജ്ഞാത്വാ തേ മഹത്വം, ഭഗവാന്റെ മഹത്വം ഒന്നും അറിയില്ല എന്നുള്ള ശ്ലോകം ഇവിടെ ആദ്യം ഒന്ന് പറഞ്ഞു വെക്കുകയാണ് 90-ാമത്തെ ശ്ലോകത്തില്. എനിക്ക് അവിടത്തെ കുറിച്ച് ഒന്നും അറിയില്ല. പിന്നെ ഞാൻ എന്തൊക്കെയോ ഇവിടെ പറയണോ? എൻ്റെ ഉള്ളിൽ തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു. അത് ഞാൻ മുമ്പ് കേട്ടതാ. ചിലത് കേട്ടതും വായിച്ചതും അതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയതുമായിട്ടുള്ള കാര്യങ്ങളെ എന്തൊക്കെയോ പറഞ്ഞു. അത് തൻ മന്ത്രശാസ്ത്ര വചന, മന്ത്രങ്ങളുടെ ചില മന്ത്രങ്ങളുടെയൊക്കെ അർത്ഥം നോക്കുമ്പോൾ, ചില ശാസ്ത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ കിട്ടുന്നത്, ചില ആൾക്കാരൊക്കെ പറഞ്ഞു തന്ന ചില വാക്കുകളെ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യങ്ങൾ ആണ് ഞാനീ പറഞ്ഞിട്ടുള്ളത്. ഇനി വ്യാസോക്തി സാരമയ ഭാഗവതോപഗീത, ഭാഗവതം എന്ന ഗീതം പറഞ്ഞിട്ടുണ്ട്. ആര്? വ്യാസോക്തിയുടെ വ്യാസര് പറഞ്ഞിട്ടുണ്ട്. എന്താ? സാരമയ, എല്ലാത്തിൻ്റെയും സാരമാണ് ഭാഗവതം എന്ന് പറഞ്ഞിട്ട്. സർവ്വ വേദാന്ത സാരം ഹി ശ്രീ ഭാഗവതം വിഷ്യത്തെ, എല്ലാ വേദങ്ങളുടെയും സാരമായ ഈ ഭാഗവതത്തെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാഗവത്തെ സമർപ്പിക്കുന്നത്. ആ ഭാഗവതത്തിൽ വേദവ്യാസ മഹർഷി പറഞ്ഞതായ കാര്യങ്ങളെയാണ് ഞാൻ അവിടുത്തെ മഹത്വമായിട്ട് ഇവിടെ പറയുന്നത്. ആ വിഷ്ണു മഹത്വ സ്ഥാപനം എന്ന ഒരു അവസ്ഥയ്ക്ക് ഞാൻ ഒരുങ്ങുമ്പോൾ എൻ്റെ ഉപാസന ഇവിടെ തുടങ്ങിയിട്ട് 90 ദിവസമായി ഭഗവാനെ. അന്ന് എഴുത്തച്ഛൻ്റെ അടുത്തുനിന്ന് എൻ്റെ ആ കിങ്കരന്മാർ പോയി വന്ന് മത്സ്യം തൊട്ട് കൂട്ടിക്കോളൂ എന്ന അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം മത്സ്യാവതാരം തൊട്ട് വർണ്ണിക്കാൻ തുടങ്ങി. പല ദിക്കിലും അന്വേഷിച്ചിട്ട് കണ്ടെത്താത്ത ഗുരുവായൂരപ്പൻ ദത്താവൽ ഭാതി സാക്ഷാൽ ഗുരുഭവനപുരേ. ഈ ഗുരുവായൂരിൽ ഭഗവാൻ വന്നിരിക്കുന്നത് ഹന്തഭാഗ്യം ജനാന, ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിയും വായുദേവനും കൂടി ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഞങ്ങളുടെ കേരളീയരുടെ ഭാഗ്യല്ലേ. ഞാനും ഇനിയിപ്പോൾ അടുത്ത ദശകത്തിൽ നിമി നവയോഗി സംവാദമായിട്ട് കേൾക്കാൻ പോണു. എല്ലാ ആചാര്യൻ നേരത്തെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്നലെ വന്നിട്ടുണ്ട് ആചാര്യൻ. അദ്ദേഹം പറഞ്ഞത് കേൾക്കാം. പട്ടേരിപ്പാട് ഭക്തന്മാര് കൂടുതലായിട്ട് ദ്രാവിഡ ദേശത്താണ് ഉണ്ടാവുക. അതിൽ ഭാരതപ്പുഴയുടെ തീരത്തും ഭക്തന്മാരുണ്ടാവും എന്ന ഭാഗവത്തിൽ സൂചനയുണ്ട്. ഞാനും ഭാരതപ്പുഴയുടെ അടുത്ത് ജനിച്ചയാളാണ് കേട്ടോ എന്ന് പട്ടേരിപ്പാട് പറഞ്ഞത്. അപ്പൊ എന്നെയും അതിൽ പെടുത്തുക ഗുരുവായൂരപ്പ.
ഞാനും ആ ഭക്തന്മാരിൽ പെടുവോ? കാരണം ഭക്തന്മാരിലൂടെയാണ് ഭഗവാന്റെ കഥകള്, ഭഗവാന്റെ മഹത്വം ലോകത്ത് പ്രചരിക്കുന്നത്. എന്നേൽ പെടുത്തുമെന്ന് നിശ്ചയമില്ല. തുറന്നുള്ള ഭാഗങ്ങളാണ്. ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു ശ്രീകോവിലിൻ്റെ നേരെ നോക്കിയിരുന്നു കൊണ്ട് ആ ഭഗവാന്റെ മഹത്വ സ്ഥാപനം ആർക്ക് സ്ഥാപിക്കാൻ പറ്റും? ഭഗവാന്റെ മഹത്വം പട്ടേരിപ്പാടിന് പോലും സാധിക്കുന്നില്ല. അദ്ദേഹം പോലും അജ്ഞാത്വ അറിവില്ലായ്മ കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു എന്നേ ഉള്ളൂ. ഗുരുവായൂരപ്പൻ്റെ മഹത്വ സ്ഥാപനം എന്ന ഒരു വിഷയത്തെ 90-ാം ദശകത്തെ പറയാനായിട്ട് നാരായണസ്വാമി അദ്ദേഹം ക്ഷണിച്ചപ്പോൾ എന്താ പറയുക എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. 1.5 മണിക്കൂർ സമയമൊക്കെ ഉണ്ട്. ഉള്ളു എന്ത് പറയും? ഒന്നും പറയാനറിയില്ല. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ശ്രീകോവിലിൽ ഇരുന്നു കൊണ്ട് അനുഗ്രഹിക്കുന്ന ഗുരുവായൂരപ്പനും ഭാഗവത ഉപദേശി എന്ന ഭാഗവത ഗുരുനാഥൻ പെരുമ്പള്ളി കേശവൻ നമ്പൂതിരി എന്ന ആ ഒരു ഭാഗവത നവശുഭൻ്റെ അനുഗ്രഹം, പിന്നെ മുമ്പിൽ കേട്ടുകൊണ്ടിരുന്ന ഗുരുവായൂരപ്പനെ കാണാനായി വരിയിൽ നിൽക്കുന്ന ആ ഭക്തന്മാരും ശ്രദ്ധിക്കുന്ന ഈ വാക്കുകൾ കേട്ട എല്ലാവരുടെയും ആ ഒരു പാദത്തിൽ വാക്കുകളെ സമർപ്പിക്കണു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായണ.